ഹായ്, വെൽക്കം ബാക്ക് ടു വൺസ്. നമ്മൾ KTU ക്വസ്റ്റ്യൻ പേപ്പർ സൊല്യൂഷൻ പ്രോഗ്രാമിൽ തെർമോഡൈനാമിക്സിൻ്റെ 2023 വർഷം നടന്ന ക്വസ്റ്റ്യൻ പേപ്പറിലെ രണ്ടാമത്തെ മൊഡ്യൂളിൻ്റെ വീഡിയോ ആണിത്. സോ സെക്കൻഡ് മൊഡ്യൂൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ സിലബസ് നോക്കി കഴിഞ്ഞാൽ വളരെ ഷോർട്ടാണ്, പക്ഷേ അല്പം വാസ്റ്റാണ്. സിലബസിൽ അല്പം ഷോർട്ടായിട്ട് തോന്നുന്നെങ്കിലും നമ്മളിതിൻ്റെ ഡെപ്തിലേക്ക് ഇറങ്ങി കഴിയുമ്പോൾ അല്പം വാസ്റ്റ് ആയിട്ടുള്ളൊരു സിലബസാണിത്. സോ മൊഡ്യൂൾ 2 എന്ന് പറയുമ്പോൾ ഫസ്റ്റ് നമുക്കതിൽ പഠിക്കാനുള്ളത് എനർജി, വർക്ക്, PdV വർക്ക് ആൻഡ് അതർ ടൈപ്പ് ഓഫ് വർക്ക് ട്രാൻസ്ഫർ. അതായത് ഫസ്റ്റ് മൊഡ്യൂളിൽ നമുക്ക് പ്രോപ്പർട്ടീസിനെ പറ്റി വളരെ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയാനുള്ളത്. തെർമോഡൈനാമിക്സുമായി ബന്ധപ്പെട്ട് കുറച്ച് ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. സെക്കൻഡ് മൊഡ്യൂളിൽ വർക്ക്, എനർജി ട്രാൻസ്ഫർ, അതുപോലെ തന്നെ ഫ്രീ എക്സ്പാൻഷൻ വർക്ക്, ഹീറ്റ് ആൻഡ് ഹീറ്റ് കപ്പാസിറ്റി, ജൂൾസ് എക്സ്പെരിമെൻറ്റ്, ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ 0th ലോ ഓഫ് തെർമോഡൈനാമിക്സ് പറഞ്ഞു. അതുപോലെ ഫസ്റ്റ് മൊഡ്യൂളിലുള്ളതാണ് എന്ത് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. അതുപോലെ അതിൻ്റെ ആപ്ലിക്കേഷൻസ്, ഫസ്റ്റ് ലോ അപ്ലൈഡ് ടു നോൺ ഫ്ലോ പ്രോസസ്, എൻതാൽപ്പി, സ്പെസിഫിക് ഹീറ്റ്, പെർപെക്ച്വൽ മോഷൻ മെഷീൻ ഓഫ് ഫസ്റ്റ് കൈൻഡ്. PPM1 എന്താണ് ഡെഫിനിഷൻ ചോദിക്കാറുണ്ട്. പെർപെക്ച്വൽ മോഷൻ മെഷീൻ ഓഫ് ഫസ്റ്റ് കൈൻഡ്. ഫസ്റ്റ് ലോ അപ്ലൈഡ് ടു ഫ്ലോ പ്രോസസ്, മാസ് ആൻഡ് എനർജി ബാലൻസ് ഇൻ സിമ്പിൾ സ്റ്റഡി ഫ്ലോ പ്രോസസ്. ആപ്ലിക്കേഷൻ ഓഫ് SFEE, സ്റ്റഡി ഫ്ലോ എനർജി ഇക്വേഷൻ, ഇതിൻ്റെ ഡെറിവേഷൻ ആൻഡ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ, ഇതിൻ്റെ പ്രോബ്ലം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ട്രാൻസിയൻറ്റ് ഫ്ലോ, ഫില്ലിംഗ് ആൻഡ് എംപ്റ്റിങ് ദി പ്രോസസ്, ലിമിറ്റേഷൻ ഓഫ് ദി ഫസ്റ്റ് ലോ. ഫസ്റ്റ് ലോൻ്റെ ലിമിറ്റേഷൻ എന്താണെന്നുള്ളതും ചോദിക്കാറുണ്ട്. സോ ഈ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഡയറക്റ്റ് ആയിട്ട് വാട്ട് ഈസ് ദി ലിമിറ്റേഷൻ ഓഫ് ഫസ്റ്റ് ലോ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ദെൻ സ്റ്റഡി ഫ്ലോ എനർജി ഇക്വേഷൻ്റെ ആപ്ലിക്കേഷൻ ഒരു പ്രോബ്ലം ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ദെൻ എന്താണ് വേറെ 1-2 ക്വസ്റ്റ്യൻസും കൂടി ചോദിച്ചിട്ടുണ്ട്. നോക്കാം. നൗ നമുക്ക് രണ്ടാമത്തെ മൊഡ്യൂളിൽ 2023 ചോദിച്ചിരിക്കുന്ന 3 മാർക്ക് ക്വസ്റ്റ്യൻസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് എന്ത് വാട്ട് ഈസ് സ്റ്റഡി ഫ്ലോ പ്രോസസ്. സ്റ്റഡി ഫ്ലോ പ്രോസസ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിസ്ക്രൈബ് ദി ലിമിറ്റേഷൻസ് ഓഫ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് വിത്ത് ദി ഹെൽപ്പ് ഓഫ് ആൻ എക്സാമ്പിൾ കേസ്. വാട്ട് ഈസ് ദി ലിമിറ്റേഷൻ ഓഫ് ഫസ്റ്റ് ലോ എന്നുള്ളതാണ് എന്ത് സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. സോ നമുക്കറിയാം ലിമിറ്റേഷൻ ഓഫ് ഫസ്റ്റ് ലോ എന്ന് പറയുന്നത് ഡയറക്റ്റ് ആയിട്ട് സിലബസിൽ ഉള്ള ഒരു സെന്റൻസ് തന്നെയാണ്. സോ അത് തന്നെ നമുക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചേക്കുവാണ്. നൗ എന്താണ് സ്റ്റഡി ഫ്ലോ പ്രോസസ്? നമ്മൾ ഫസ്റ്റ് S3 ഫ്ലൂയിഡ് മെക്കാനിക്സിൽ അല്ലെങ്കിൽ മെക്കാനിക്സ് ഓഫ് ഫ്ലൂയിഡ്സിൽ എന്താണ് സ്റ്റഡി ഫ്ലോ പ്രോസസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ് സ്റ്റഡി ഫ്ലോ പ്രോസസ്? നമുക്ക് 2 തരത്തിലാണ് ഫ്ലോ ഉള്ളത്. ഒരു ഫ്ലോ നമുക്ക് 2 തരത്തിലാണ് ഡിഫൈൻ ചെയ്യാൻ പറ്റുക. ഒന്നല്ലെങ്കിൽ സ്റ്റഡി ഫ്ലോ, അല്ലെങ്കിലോ അൺസ്റ്റഡി ഫ്ലോ. ദെൻ വേറൊരു കാറ്റഗറിയാണ് എന്ത് യൂണിഫോം ഫ്ലോ. സോ സ്റ്റഡി ഫ്ലോയും യൂണിഫോം ഫ്ലോയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? സ്റ്റഡി ഫ്ലോ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റഡി ഫ്ലോ അത് ഓർത്തിരിക്കാൻ നമുക്ക് ഈ T ഓർത്തിരുന്നാൽ മതി. T എന്താണ്? does not change with the time. If the flow parameters such as velocity, pressure, temperature does not change with the time, then it is known as what? Steady flow. Okay, അതായത് ടൈമിനനുസരിച്ച് ഫ്ലോ പാരാമീറ്റേഴ്സ് ചേഞ്ച് ചെയ്യുന്നില്ല എങ്കിൽ ആ ഫ്ലോനെ നമുക്ക് എന്ത് വിളിക്കാം? സ്റ്റഡി ഫ്ലോ എന്ന് വിളിക്കാം. യൂണിഫോം ഫ്ലോ എന്ന് പറയുന്നത് എന്താണ്? ഡസ് നോട്ട് ചേഞ്ച് വിത്ത് പൊസിഷൻ അല്ലെങ്കിലോ സ്പേസ്. If the flow parameters such as velocity, pressure, density does not change with the position or space, അതായത് ഒരു പൊസിഷനും വേറൊരു പൊസിഷൻ എടുത്തു കഴിഞ്ഞാൽ 2 സ്ഥലത്തും ഫ്ലോ പാരാമീറ്റേഴ്സ് സെയിം ആണെങ്കിൽ, വെലോസിറ്റി ഒക്കെ സെയിം ആണെങ്കിൽ അതെന്താണ്? യൂണിഫോം ഫ്ലോ ആണ്. സ്റ്റഡി ഫ്ലോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പർട്ടിക്കുലർ പൊസിഷൻ എടുത്തു, അവിടെ ഒരു 10 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ ഉള്ള വെലോസിറ്റിയും പ്രഷറൊക്കെ മെഷർ ചെയ്തു, ഒരു 20 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ ഉള്ള വെലോസിറ്റിയും പ്രഷറും മെഷർ ചെയ്തു, ഒരു 30 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ ഉള്ള വെലോസിറ്റിയും പ്രഷറും മെഷർ ചെയ്തു. എല്ലാ ടൈമിലും ഫ്ലോ പാരാമീറ്റേഴ്സ് സെയിം ആണ് എങ്കിൽ അതെന്താണ്? അത് ഒരു സ്റ്റഡി ഫ്ലോ ആണ്. സോ ദിസ് ഈസ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റഡി ഫ്ലോ ആൻഡ് യൂണിഫോം ഫ്ലോ. സ്റ്റഡി ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, സിമ്പിൾ ആയിട്ട് ഇത്രയും പറഞ്ഞാൽ മതി. എന്താണ്? ഫ്ലോ പാരാമീറ്റേഴ്സ് ഡസ് നോട്ട് ചേഞ്ച് വിത്ത് ടൈം ഈസ് നോൺ ആസ് സ്റ്റഡി ഫ്ലോ. ഓക്കെ, നമുക്ക് ഈ ഫസ്റ്റ് മൊഡ്യൂളിൽ എന്തുകൊണ്ടാണ് സ്റ്റഡി ഫ്ലോ എന്താണെന്ന് ചോദിച്ചിരിക്കാൻ കാരണം നമുക്ക് സ്റ്റഡി ഫ്ലോ എനർജി ഇക്വേഷൻ ഡിറൈവ് ചെയ്യാനുണ്ട്. അതുപോലെ അതിൻ്റെ പ്രോബ്ലം ചോദിക്കും. സോ എന്താണ് സ്റ്റഡി ഫ്ലോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3 മാർക്കിൻ്റെ ക്വസ്റ്റൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ അസംഷൻസും കൂടി പറയുന്നത് നല്ലതായിരിക്കും. അതായത് സ്റ്റഡി ഫ്ലോ എനർജി ഇക്വേഷൻ്റെ അസംഷൻസ്, സ്റ്റഡി ഫ്ലോ എനർജി ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ നമ്മൾ എടുക്കുന്ന അസംഷൻസ്. സോ വായിച്ച് നോക്കിയേ,
In many practical problems, the rate at which the fluid flows through a machine or a piece of apparatus is constant. This type of flow is called steady flow. ഒരു വളരെ സിമ്പിൾ ആയിട്ടൊരു ഡെഫിനിഷൻ പറഞ്ഞേക്കാണ്. ആക്ച്വലി ഇത് പ്രോപ്പർ ഡെഫിനിഷൻ അല്ല. പ്രോപ്പർ ഡെഫിനിഷൻ എന്ന് പറയുന്നത് എന്താണ്? ടൈമിനനുസരിച്ച് ഫ്ലോ പാരാമീറ്റേഴ്സ് ചേഞ്ച് ചെയ്യുന്നില്ല എങ്കിൽ അത് സ്റ്റഡി ഫ്ലോ ആണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് അല്പം കൂടി വാസ്റ്റ് ആയിട്ടാണ്. എന്താണ്? ദി റേറ്റ് അറ്റ് വിച്ച് ദി ഫ്ലൂയിഡ് ഫ്ലോസ് ത്രൂ എ മെഷീൻ ഈസ് കോൺസ്റ്റന്റ്. അതാണ് എന്ത്? സ്റ്റഡി ഫ്ലോ എന്നാണ് ഇവർ പറയുന്നത്. അതായത് ടൈമിനനുസരിച്ച് മാസ് ഫ്ലോ റേറ്റ് ചേഞ്ച് ചെയ്യുന്നില്ല എന്നുള്ള ഒരു ഡെഫിനേഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആക്ച്വലി ഫ്ലോ പാരാമീറ്റേഴ്സ് വെലോസിറ്റിയും പ്രഷറും എന്ത് ചെയ്യുന്നില്ല? ഈ ടൈമിനനുസരിച്ച് ചേഞ്ച് ചെയ്യുന്നില്ല. സോ ടൈം എന്ന വേർഡാണ് ഇമ്പോർട്ടൻറ്റ്. ടൈമിനനുസരിച്ച് ഫ്ലോ പാരാമീറ്റേഴ്സ് ചേഞ്ച് ചെയ്യുന്നില്ല എങ്കിൽ അത് സ്റ്റഡി ഫ്ലോ. അതാണ് ഡെഫിനേഷനായിട്ട് കൊടുക്കേണ്ടത്. സോ നിങ്ങൾ അടുത്തതായിട്ട് എക്സാമിന് എഴുതേണ്ടത് അസംഷൻസ് യൂസ്ഡ് ഇൻ സ്റ്റഡി ഫ്ലോ എനർജി ഇക്വേഷൻ ആണ്. ഈ 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ തന്നെ ഈ അസംഷൻസും കൂടി എഴുതി വെക്കുക. എന്താണ് അസംഷൻസ് എന്ന് പറയുന്നത്? ഒന്ന്, മാസ് ഫ്ലോ ത്രൂ ദി സിസ്റ്റം റിമെയിൻസ് കോൺസ്റ്റന്റ്. ആ മാസ് ഫ്ലോ റേറ്റ് എന്താണ്? കോൺസ്റ്റന്റ് ആയിരിക്കും. ഒരു പർട്ടിക്കുലർ മാസ് ഫ്ലോ റേറ്റിലാണ് നമ്മുടെ ഫ്ലൂയിഡ് എൻ്റർ ചെയ്യുന്നത്. ദെൻ ഫ്ലൂയിഡ് ഈസ് യൂണിഫോം ഇൻ കോമ്പോസിഷൻ. ഫ്ലൂയിഡിന്റെ കോമ്പോസിഷൻ സെയിം ആയിരിക്കും. അതായത് ഓരോ സ്ഥലത്തും ഓരോ എലമെന്റ്സ് ആയിരിക്കില്ല, കോമ്പോസിഷൻ ആയിരിക്കില്ല. എല്ലാ പോയിന്റിലും അതിന്റെ കോമ്പോസിഷൻ സെയിം ആയിരിക്കും. അതായത് അതിന്റെ കോൺസ്റ്റിറ്റ്യൂവന്റ് എലമെന്റ്സ് ഒക്കെ എപ്പോഴും സെയിം ആയിരിക്കും എന്നാണ് പറയുന്നത്. ദെൻ അടുത്തതാണ് എന്ത്? ഓൺലി ഇന്ററാക്ഷൻ ബിറ്റ്വീൻ ദി സിസ്റ്റം ആൻഡ് സറൗണ്ടിങ് ആർ വർക്ക് ആൻഡ് ഹീറ്റ്. അതായത് സിസ്റ്റം സറൗണ്ടിങ്ങും തമ്മിലുള്ള ഇന്ററാക്ഷൻ എന്ന് പറയുന്നത്, സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഒബ്സർവ് ചെയ്യാൻ എടുക്കുന്ന ആ സ്ഥലമാണ്. ഓക്കെ, ഒരു കൺട്രോൾ വോളിയം ഉണ്ടാവും. അതിൻ്റെ അകത്ത് നമ്മുടെ അകത്തൊരു ഫ്ലൂയിഡ് ഉണ്ടാവും. ആ ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുന്നുണ്ടാവും. സോ ആ കൺട്രോൾ വോളിയത്തിൻ്റെ അകത്തുള്ള ഒരു പർട്ടിക്കുലർ ഏരിയയുടെ അകത്തുള്ള അല്ലെങ്കിൽ ആ വോളിയത്തിൻ്റെ അകത്തുള്ള ഫ്ലൂയിഡ്, അതിനാണ് സിസ്റ്റം എന്ന് പറയുന്നത്. സോ ആ ഫ്ലൂയിഡ് അല്ലാത്ത ബാക്കിയുള്ള സറൗണ്ടിങ്സിന് മൊത്തം നമ്മൾ എന്ത് പറയും? സറൗണ്ടിങ്സ് എന്ന് പറയും. സോ ഈ ഫ്ലൂയിഡും അല്ലെങ്കിൽ ഈ സിസ്റ്റവും ഈ സറൗണ്ടിങ്സും തമ്മിലുള്ള ട്രാൻസ്ഫർ എന്ന് പറയുന്നത്, എനർജി ട്രാൻസ്ഫർ എന്ന് പറയുന്നത് രണ്ട് രീതിയിൽ മാത്രമാണ്. ഒന്നല്ലെങ്കിൽ വർക്കായിരിക്കും അല്ലെങ്കിൽ ഹീറ്റ് ആയിരിക്കും. ഒന്നല്ലെങ്കിൽ വർക്ക് നമുക്ക് പുറത്തേക്ക് കിട്ടും, ഒരു പിസ്റ്റൺ മൂവ്മെന്റ് എന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ അതിന്റെ സർഫസിൽ കൂടെ ഹീറ്റ് ലോസ് ആവുന്ന രീതിയിലോ ആയിരിക്കും എനർജി ഇൻട്രാക്ഷൻ നടക്കുക. ഇതല്ലാതെ വേറൊരു എനർജി ഇൻട്രാക്ഷൻ ഇത് തമ്മിൽ ഉണ്ടാവത്തില്ല എന്നുള്ളതാണ് അടുത്ത അസംഷൻ എന്ന് പറയുന്നത്. അടുത്ത അസംഷൻ, ദി സ്റ്റേറ്റ് ഓഫ് ഫ്ലൂയിഡ് അറ്റ് എനി പോയിന്റ് റിമെയിൻസ് കോൺസ്റ്റന്റ് വിത്ത് ടൈം. അതായത് ഫണ്ടമെന്റൽ അസംഷൻ ആണ്. എന്താണ് സ്റ്റേറ്റ് ഓഫ് എ ഫ്ലൂയിഡ്? സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രഷർ, വെലോസിറ്റി, ടെമ്പറേച്ചർ, ഇതൊക്കെയാണ് ഇതിന്റെ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഈ പ്രോപ്പർട്ടീസിനെയാണ് സ്റ്റേറ്റ് എന്ന് ആക്ച്വലി പറയുന്നത്. സോ ഈ സ്റ്റേറ്റ് എന്ത് ചെയ്യില്ല? ടൈമിനനുസരിച്ച് ചേഞ്ച് ചെയ്യില്ല. അതായത് സ്റ്റഡി ആണ് എന്നുള്ളതാണ് എന്ത്? അടുത്ത അസംഷൻ എന്ന് പറയുന്നത്. സോ ഇതാണ് എന്ത്? സ്റ്റഡി ഫ്ലോ എനർജി ഇക്വേഷന്റെ അസംഷൻസ് എന്ന് പറയുന്നത്. 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ജസ്റ്റ് എന്താണ് സ്റ്റഡി ഫ്ലോ എന്ന് പറയുക, ജസ്റ്റ് ഇക്വേഷൻസ് എന്താണെന്ന് എഴുതി വെക്കുക. 3 മാർക്ക് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, നൗ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. എന്താണ്? ഡിസ്ക്രൈബ് ദി ലിമിറ്റേഷൻ ഓഫ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിന്റെ ലിമിറ്റേഷൻ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് ഫസ്റ്റ് ലോ എന്ന് പറയുന്നത്? ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പറയുന്നത് ഇത്രേ ഉള്ളൂ. എന്താണ്? നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഹീറ്റ്, ചേഞ്ച് ഇൻ ഹീറ്റ് കണ്ടന്റ് ഓഫ് എ സിസ്റ്റം ഈസ് യൂസ്ഡ് ഫോർ ഇൻക്രീസിങ് ദി ഇന്റേണൽ എനർജി ആൻഡ് ഫോർ ഡൂയിങ് ദി എക്സ്റ്റേണൽ വർക്ക്. അല്ലേ? ഇതാണ് എന്ത്? ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്ന് പറയുന്നത്. നമ്മൾ ഒരു സിസ്റ്റത്തിലേക്ക് ഒരു ഹീറ്റ് കൊടുക്കുക, ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഓഫ് ഹീറ്റ് കൊടുക്കുക എന്ന് വിചാരിക്കാം. സോ ഈ ഹീറ്റ് എന്തിനൊക്കെ വേണ്ടി ഉപയോഗിക്കും? ഒന്ന്, ആ സിസ്റ്റത്തിന്റെ അകത്തുള്ള ആ ഗ്യാസിന്റെ അല്ലെങ്കിൽ ആ ഫ്ലൂയിഡിന്റെ അല്ലെങ്കിൽ ആ ലിക്വിഡിന്റെ, ജനറൽ ആയിട്ട് പറയുകയാണെങ്കിൽ ആ ഫ്ലൂയിഡിന്റെ അല്ലെങ്കിൽ ആ സബ്സ്റ്റൻസിന്റെ എന്താണ് ഇന്റേണൽ എനർജി കൂട്ടാൻ ഉപയോഗിക്കും. ഇന്റേണൽ എനർജി കൂട്ടാൻ ഉപയോഗിക്കും. അതിനൊപ്പം തന്നെ എക്സ്റ്റേണൽ വർക്ക് ചെയ്യാനും ഉപയോഗിക്കും. ഓക്കെ, സോ ഇതാണ് എന്ത്? ഫസ്റ്റ് ലോ എന്ന് പറയുന്നത്. ഇനി വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഡെൽറ്റ ക്യൂ എന്ന് പറയുന്നത് എന്താണ്? ആ സിസ്റ്റത്തിലേക്ക് കൊടുക്കുന്ന എനർജിയാണ്. ആ എനർജീനെ എന്ത് ചെയ്യും? രണ്ടായിട്ട് കൺവേർട്ട് ചെയ്യും. എന്തൊക്കെയാ? ഇന്റേണൽ എനർജി ആയിട്ടും വർക്കുമായിട്ടും കൺവേർട്ട് ചെയ്യും. ഓക്കെ, അതാണ് ഫസ്റ്റ് ലോ. അല്പം കൂടി സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ എനർജി ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. ഇറ്റ് ക്യാൻ ബി കൺവേർട്ടഡ് ഫ്രം വൺ ഫോം ടു അനദർ ഫോം. അതാണ് ഫസ്റ്റ് ലോ എന്ന് പറയുന്നത്. ഇതൊക്കെ പല പല ഡെഫിനിഷനാണ്. ഫസ്റ്റ് ലോ അപ്ലൈ ടു എ പ്രോസസ്, ഫസ്റ്റ് ലോ അപ്ലൈ ടു എ സൈക്കിൾ, ഇതൊക്കെ നമുക്ക് പഠിക്കാനുണ്ട് സിലബസിൽ. ഓക്കെ, ഇത് ജനറൽ എക്സ്പ്രഷൻ ആണ്. ഡെൽറ്റ ക്യൂ ഇക്വൽ ടു ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദി ലിമിറ്റേഷൻ ഓഫ് ഫസ്റ്റ് ലോ എന്നുള്ളതാണ്. ഫസ്റ്റ് ലോന്റെ ലിമിറ്റേഷൻ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ എന്താണ് ലിമിറ്റേഷൻ എന്ന് പറയുന്നത്? ഫസ്റ്റ് ലോ ഓൺലി ഗീവ്സ് ദി എനർജി ബാലൻസ് ആൻഡ് നോ സ്പോണ്ടേനിറ്റി ഓർ ഡയറക്ഷൻ ഓഫ് ദി പ്രോസസ്. ഇമ്പോർട്ടൻ്റ് ആണ്, ഈ സെന്റൻസ് കാണാൻ പിടിച്ചോളണം. എന്താണ്? ഫസ്റ്റ് ലോ എനർജി ബാലൻസിനെ പറ്റി മാത്രമേ പറയുന്നുള്ളൂ. അതായത് നമുക്കൊരു
100 ജൂൾ എനർജി കൊടുത്തു കഴിഞ്ഞാൽ ആ 100 ജൂൾ അതിൽ ഒരു 20 ജൂൾ ഇന്റേണൽ എനർജി റൈസ് ചെയ്യാനും ഒരു 80 ജൂൾ അത് വർക്ക് ചെയ്യാനും ഉപയോഗിക്കുന്നു എന്നുള്ള രീതിയിൽ എനർജിയുടെ ബാലൻസ്, അതായത് 100 കൊടുത്തു കഴിഞ്ഞാൽ 100 എവിടെ ചെലവായി പോകുന്നു, എങ്ങനെയാണ് യൂട്ടിലൈസ് ചെയ്യുന്നത് എന്നുള്ളത് മാത്രമേ എന്ത് പറയുന്നുള്ളൂ, ഫസ്റ്റ് ലോ പറയുന്നുള്ളൂ. ഇറ്റ് ഡസ് നോട്ട് ഗീവ് ദി ഐഡിയ അബൌട്ട് ദി ഡയറക്ഷൻ ഓഫ് ദി പ്രോസസ് അല്ലെങ്കിൽ സ്പോണ്ടേനിയറ്റി ഓഫ് എ പ്രോസസ്. ഓക്കെ, ഒരു പ്രോസസ്സിന്റെ ഡയറക്ഷൻ എങ്ങോട്ടേക്കാണ് എന്നുള്ളതൊന്നും നമ്മുടെ ഫസ്റ്റ് ലോ എന്ത് ചെയ്യുന്നില്ല, പറയുന്നില്ല. സോ കാണാൻ പഠിച്ചോളണം, ഫസ്റ്റ് ലോ ഗീവ്സ് ഓൺലി ദി എനർജി ബാലൻസ് ആൻഡ് നോട്ട് സ്പോണ്ടേനിറ്റി ഓർ ഡയറക്ഷൻ ഓഫ് എ പ്രോസസ്. ഓക്കെ, ദെൻ വേറൊരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഡസ് നോട്ട് ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ഹൈ ഗ്രേഡ് ആൻഡ് ലോ ഗ്രേഡ് എനർജി. ഹൈ ഗ്രേഡ് എനർജി ആൻഡ് ലോ ഗ്രേഡ് എനർജി അങ്ങനെ ഡിസ്റ്റിങ്വിഷ്നെസ് അത് പറയുന്നില്ല. എന്താണ് ഈ ഹൈ ഗ്രേഡ് എനർജി ആൻഡ് ലോ ഗ്രേഡ് എനർജി? തെർമോഡൈനാമിക്സിൽ നമുക്ക് എനർജിനെ രണ്ടായിട്ട് ക്ലാസ് ചെയ്യാൻ പറ്റും. ഒന്ന് എന്താണ് ഹൈ ഗ്രേഡ് എനർജി, രണ്ട് ലോ ഗ്രേഡ് എനർജി. ഹൈ ഗ്രേഡ് എനർജി ആൻഡ് ലോ ഗ്രേഡ് എനർജി. നമ്മുടെ വർക്ക് എന്ന് പറയുന്നത് ഹൈ ഗ്രേഡ് എനർജി ആണെന്നും ഹീറ്റ് എന്ന് പറയുന്നത് ലോ ഗ്രേഡ് എനർജിയാണ് എന്നുള്ളതുമാണ് തെർമോഡൈനാമിക്സിൽ വർക്ക് ഹൈ ഗ്രേഡ് എനർജിയും ഹീറ്റ് ലോ ഗ്രേഡ് എനർജി ആയിട്ടാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. എന്താണ് ഹൈ ഗ്രേഡ് എനർജി? ഹൈ ഗ്രേഡ് എനർജീനെ നമുക്ക് ഒരു ഫോമിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് മറ്റൊരു ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. 100% കൺവേർഷൻ പോസിബിൾ ആണ്. നമുക്ക് ഒരു എനർജീനെ ഒരു ഫോമിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് വേറെ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ആ എനർജി നമുക്ക് എന്ത് പറയാൻ പറ്റും? ഹൈ ഗ്രേഡ് എനർജി എന്ന് പറയാൻ പറ്റും. കാണാതെ പഠിച്ചാൽ മതി. എന്താണ് ഹൈ ഗ്രേഡ് എനർജി എന്ന് പറഞ്ഞാൽ? എന്താണ് കംപ്ലീറ്റ് കൺവേർഷൻ ഓഫ് ഹൈ ഗ്രേഡ് എനർജി ഇൻ ടു അനദർ ഫോം ഓഫ് എനർജി ഈസ് പോസിബിൾ. ഈ ലോ ഗ്രേഡ് എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്? കംപ്ലീറ്റ് കൺവേർഷൻ പോസിബിൾ അല്ല, എപ്പോഴും എന്തുണ്ടാവും? ഒരു ലോസ് ഉണ്ടാവും. നിങ്ങൾ എക്സാമ്പിൾ പഠിച്ചോളാം. എക്സാമ്പിൾ ആണ് ഇമ്പോർട്ടന്റ്. വർക്ക് എന്ന് പറയുന്നത് ഹൈ ഗ്രേഡ് എനർജിയാണ്, അതുപോലെ തന്നെ ഹീറ്റ് എന്ന് പറയുന്നത് എന്താണ്? ലോ ഗ്രേഡ് എനർജിയാണ്. അതെന്താ മീൻ ചെയ്യുന്നത്? വർക്കിനെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് മറ്റൊരു ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. എന്നാൽ ഹീറ്റിനെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് വർക്കായിട്ടോ അല്ലെങ്കിൽ വേറെ ഫോമിലേക്കോ കൺവേർട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, സോ ഇങ്ങനൊരു ഡിസ്റ്റിങ്വിഷ്നെസ് നമ്മുടെ ഫസ്റ്റ് ലോ പറയുന്നില്ല. ഫസ്റ്റ് ലോയിൽ ഹൈ ഗ്രേഡ് എനർജി ലോ ഗ്രേഡ് എനർജി എന്നുള്ളൊരു ക്ലാസിഫിക്കേഷനെ വരുന്നില്ല എന്നുള്ളതാണ് അതിന്റെ മറ്റൊരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത്. ജസ്റ്റ് കാണുക. സോ രണ്ട് ലിമിറ്റേഷൻ ആണുള്ളത്. ഒന്ന് എനർജി ബാലൻസിനെ പറ്റി മാത്രമേ പറയുന്നുള്ളൂ, ഡയറക്ഷൻ ഓഫ് എ പ്രോസസ്സിനെ പറ്റി പറയുന്നില്ല. രണ്ട് എന്താണ്? ഹൈ ഗ്രേഡ് എനർജി ആൻഡ് ലോ ഗ്രേഡ് എനർജി എന്നുള്ള ഡിസ്റ്റിങ്വിഷ്നെസ് അത് കൊടുക്കുന്നില്ല. ഓക്കെ, ഇനി ഒരു എക്സ്പ്ലനേഷൻ ചോദിച്ചിട്ടുണ്ട്. എക്സാമ്പിൾ വച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. സോ എക്സാമ്പിൾ എന്ന് പറയുന്നത് ഇതും നിങ്ങൾ കാണാതെ പഠിക്കുക. നമ്മൾ സിലബസ് കോളേജിൽ ക്ലാസ് എടുക്കുമ്പോൾ പഠിപ്പിക്കുന്ന ഒരു എക്സാമ്പിളാണ്. അതായത് നമ്മുടെ കയ്യിലൊരു മെറ്റൽ ബാർ ഉണ്ടെന്ന് വിചാരിക്കാം. ഫസ്റ്റ് നോന്റെ ലിമിറ്റേഷൻ നമുക്ക് ഇങ്ങനെ ഒരു എക്സാമ്പിൾ വെച്ച് പറയാൻ പറ്റും. ഒരു മെറ്റൽ ബാർ ഉണ്ടെന്ന് വിചാരിക്കാം. അതിന്റെ വൺ എൻഡ് നമ്മൾ ഹീറ്റ് ചെയ്യാന്ന് വിചാരിക്കാം. ഈ എൻഡ് എന്താണ്? ഹീറ്റ് ചെയ്യാന്ന് വിചാരിക്കാം. ഓക്കെ, മറ്റേ എൻഡ് ഹീറ്റ് ചെയ്യുന്നില്ല, നോർമൽ ടെമ്പറേച്ചറിലാന്ന് വിചാരിക്കാം. മറ്റേ എൻഡ് നോർമൽ ടെമ്പറേച്ചറിലാന്ന് വിചാരിക്കാം. ഓക്കെ, സോ എന്ത് സംഭവിക്കും? ആഫ്റ്റർ സം ടൈം എന്ത് ചെയ്യും? ഹീറ്റ് എന്ത് ചെയ്യും? ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ട്രാവൽ ചെയ്യും. ആഫ്റ്റർ സം ടൈം അല്ല, അറ്റ് ദി മൊമെന്റ് ഇറ്റ് ഗോട്ട് ഹയർ ടെമ്പറേച്ചർ, ഹീറ്റ് എന്ത് ചെയ്യും? ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ട്രാവൽ ചെയ്യും. ആഫ്റ്റർ സം ടൈം എന്ത് ചെയ്യും? രണ്ടിൻ്റെയും ടെമ്പറേച്ചർ എന്താവും? സെയിം ആവും. അല്ലെങ്കിൽ എന്താണ്? ഈ ബാറിന് യൂണിഫോം ടെമ്പറേച്ചർ കിട്ടും. കാരണം എന്താണ്? ഇത് ഹയർ ടെമ്പറേച്ചർ ഉള്ള ഏരിയ ആണ്, ഇത് ലോവർ ടെമ്പറേച്ചർ ഉള്ള ഏരിയ ആണ്. ഇവിടെ നിന്ന് ഹീറ്റ് ഇങ്ങോട്ടേക്ക് ട്രാവൽ ചെയ്യും. ആഫ്റ്റർ സം ടൈം രണ്ടിനും സെയിം ടെമ്പറേച്ചർ ആകും, അല്ലേ? സെയിം ടെമ്പറേച്ചർ ആകും. ഹീറ്റ് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ട്രാവൽ ചെയ്യും. ശരിയല്ലേ? ഇനി ഇതിന്റെ നേരെ റിവേഴ്സ് പോസിബിൾ അല്ല. എങ്ങനെ? അതായത് രണ്ട് സ്ഥലത്തും സെയിം ടെമ്പറേച്ചറാന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ യൂണിഫോം ടെമ്പറേച്ചറാന്ന് വിചാരിക്കാം. ഓക്കെ, സ്പോണ്ടേനിയസ്ലി അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഒരെൻഡ് ഹോട്ടും ഒരെൻഡ് എന്താവില്ല? കോൾഡും ആവില്ല. ശരിയല്ലേ? അതായത് നമ്മൾ ഒരെൻഡ് ഹീറ്റ് ചെയ്തു, മറ്റേ എൻഡ് നമ്മൾ തണുപ്പിച്ചു, അല്ലെങ്കിൽ ഒന്നും ചെയ്തില്ല. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഹീറ്റ് എന്ത് ചെയ്യും? ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ട്രാവൽ ചെയ്യും. ശരിയല്ലേ? ട്രാവൽ ചെയ്ത് രണ്ട് സ്ഥലത്തും എന്താവും? യൂണിഫോം ടെമ്പറേച്ചർ ആയിട്ട് മാറും. ഇനി നേരെ ഓപ്പോസിറ്റ്, യൂണിഫോം ടെമ്പറേച്ചറിലാണ് ഈ ബാർ ഇരിക്കുന്നതെന്ന് വിചാരിക്കുക. ഓട്ടോമാറ്റിക്കലി ഹീറ്റ് എന്ത് ചെയ്യില്ല?
ട്രാവൽ ചെയ്ത് ഒരു എൻഡ് ഹീറ്റും ഒരു എൻഡ് കോൾഡും ആയിട്ട് മാറൂല. ശരിയല്ലേ? ഒരു എൻഡ് ഹോട്ടും ഒരു എൻഡ് കോൾഡും ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആഫ്റ്റർ സം ടൈം യൂണിഫോം ടെമ്പറേച്ചർ ആവും. പക്ഷെ യൂണിഫോം ടെമ്പറേച്ചറിൽ ഇരിക്കുന്ന ഒരു മെറ്റൽ ബാർ ഓട്ടോമാറ്റിക്കലി ആഫ്റ്റർ സം ടൈം ഒരു എൻഡ് ഹീറ്റും ആവില്ല, ഒരു എൻഡ് എന്താവില്ല, കോൾഡും ആവില്ല. ഇതാണ് എന്ത് ഫസ്റ്റ് ലോന്റെ ലിമിറ്റേഷൻ ആയിട്ട് നമ്മൾ ഒരു എക്സാമ്പിൾ പറയുന്നത്. കാണാൻ പഠിക്കണം. ഓക്കെ, സോ അതാ ഇവിടെ എഴുതി വെച്ചേക്കണേ. മെറ്റൽ ബാർ ഇനീഷ്യലി ഹോട്ട് അറ്റ് വൺ എൻഡ് ആൻഡ് കോൾഡ് അറ്റ് അതർ എൻഡ് ബിക്കംസ് യൂണിഫോം ടെമ്പറേച്ചർ ഇൻ ഡ്യൂ കോഴ്സ്. എന്താണ്? ഒരു എൻഡ് ഹോട്ടും ഒരു എൻഡും കോൾഡ് ആയിട്ടുള്ള ഒരു മെറ്റൽ ബാർ ആഫ്റ്റർ സം ടൈം എന്താവും? യൂണിഫോം ടെമ്പറേച്ചർ ആയിട്ട് മാറും. ബട്ട് റിവേഴ്സ് ഈസ് നോട്ട് പോസിബിൾ സ്പോണ്ടേനിയസ്ലി. ഓട്ടോമാറ്റിക്കലി അല്ലെങ്കിൽ സ്പോണ്ടേനിയസ്ലി എക്സ്റ്റേണലി ഒരു ഫോഴ്സ് ഇല്ലാതെ നമുക്ക് ഇതിന്റെ ഓപ്പോസിറ്റ് പോസിബിൾ അല്ല. അതായത് യൂണിഫോം ടെമ്പറേച്ചർ ത്രൂ ഔട്ടിലിരിക്കുന്ന ഒരു മെറ്റൽ ബാർ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു ബിക്കം ഹോട്ടർ അറ്റ് വൺ എൻഡ് ആൻഡ് കോൾഡ് അറ്റ് അതർ എൻഡ് സ്പോണ്ടേനിയസ്ലി. യൂണിഫോം ടെമ്പറേച്ചറിൽ ഇരിക്കുന്ന ഒരു മെറ്റൽ ബാറിന്റെ ഒരു എൻഡ് ഹോട്ട് ആക്കാനും മറ്റേ എൻഡ് കോൾഡ് ആക്കാനും നമുക്ക് സ്പോണ്ടേനിയസ് ആയിട്ട് പറ്റത്തില്ല. എക്സ്റ്റേണലി നമ്മൾ ഹീറ്റ് സപ്ലൈ ചെയ്താലേ പറ്റുള്ളൂ. ദിസ് ഈസ് നോട്ട് എക്സ്പ്ലെയിൻഡ് ബൈ ഫസ്റ്റ് ലോ. ഫസ്റ്റ് ലോന്റെ ഒരു ലിമിറ്റേഷൻ ആണിത്. ഇത് ഫസ്റ്റ് ലോ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല എന്തുകൊണ്ട് ഇങ്ങനെ വന്നു എന്നുള്ളത്. ഓക്കെ, സോ ഇതാണ് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു എക്സാമ്പിൾ ആണ് ഇത്, പഠിച്ചു വെക്കണം, നിർബന്ധമാണ്. നമ്മുടെ സിലബസിൽ ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട് വാട്ട് ഈസ് ദി ലിമിറ്റേഷൻ ഓഫ് ഫസ്റ്റ് ലോ എന്നുള്ളത്. ഓക്കെ, നമ്മൾ പാർട്ട് ബിയിലെ ക്വസ്റ്റ്യൻസിലേക്ക് പോവാണ്. സോ പാർട്ട് ബിയിൽ ഫസ്റ്റ് നമുക്ക് ചോദിച്ചിരിക്കുന്ന ഒരു പ്രോബ്ലം ആണ്. പ്രോബ്ലം എന്താണെന്ന് നോക്കാം. എ 3 process cycle operating with nitrogen as working fluid has constant temperature compression at 30 degrees Celsius with initial pressure 100 kilopascal. Then the gas undergoes a constant volume heating and then polytropic expansion with 1.35 as index of expansion. The isothermal compression requires minus 67.67 kilojoules per kilogram of work. Determine pressure, volume, temperature around the cycle, heat in and heat out, net work. For nitrogen gas, CV is equal to 0.7431 kilojoules per kilogram Kelvin. Okay. എന്താ പറഞ്ഞിരിക്കുന്നത്? എ 3 process cycle, അതായത് ഒരു സൈക്കിൾ, അതിൽ 3 പ്രോസസ് ഉണ്ട്. ഓക്കെ, ഓപ്പറേറ്റിംഗ് വിത്ത് നൈട്രജൻ ആണ് അവിടുത്തെ വർക്കിംഗ് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ആസ് വർക്കിംഗ് ഫ്ലൂയിഡ് ഹാസ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ കംപ്രഷൻ മീൻസ് ഐസോതെർമൽ കംപ്രഷൻ അറ്റ് 30 ഡിഗ്രി സെൽഷ്യസ് വിത്ത് ഇനീഷ്യൽ പ്രഷർ 100 kilopascal. സോ ഈ നൈട്രജനെ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? ഈ നൈട്രജൻ 3 പ്രോസസ്സിന് വിധേയമാണ്. 3 പ്രോസസ്സ് ചെയ്യുമ്പോൾ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഫസ്റ്റ് ഇതൊരു കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ കംപ്രഷൻ വിധേയമാകുന്നു. ഓക്കെ, അതിന്റെ പ്രോപ്പർട്ടീസ് തന്നെയുണ്ട്, ടെമ്പറേച്ചർ, പ്രഷർ. ഓക്കെ, ദെൻ ദി ഗ്യാസ് അണ്ടർഗോസ് കോൺസ്റ്റന്റ് വോളിയം ഹീറ്റിംഗ്. രണ്ടാമത് ഈ നൈട്രജൻ എന്ത് ചെയ്യുന്നു? അതിനെ നമ്മൾ കോൺസ്റ്റന്റ് വോളിയത്തിൽ ഹീറ്റ് ചെയ്യുന്നു. ഓക്കെ, കോൺസ്റ്റന്റ് വോളിയത്തിൽ ഹീറ്റ് ചെയ്യുന്നു. ആൻഡ് ദെൻ പോളിട്രോപ്പിക് എക്സ്പാൻഷൻ. മൂന്നാമത് ഈ നൈട്രജൻ എന്ത് സംഭവിക്കുന്നു? പോളിട്രോപ്പിക് എക്സ്പാൻഷൻ സംഭവിക്കുകയാണ്. വിത്ത് 1.35 ആസ് ദി ഇൻഡെക്സ് ഓഫ് എക്സ്പാൻഷൻ. അവിടുത്തെ ഇൻഡെക്സ് ഓഫ് എക്സ്പാൻഷൻ അഥവാ എൻ്റെ വാല്യൂ വന്നേക്കാണ് 1.35. ദി ഐസോതെർമൽ കംപ്രഷൻ റിക്വയർസ്. ഒന്നാമത്തെ പ്രോസസ് ആയിട്ടുള്ള ഐസോതെർമൽ കംപ്രഷനിൽ നമുക്ക് ആവശ്യമുള്ള വർക്ക് എന്ന് പറയുന്നത് -67 kilojoules per kilogram വർക്കാണ്. മൈനസ് വന്നേക്കണം എന്തുകൊണ്ടാണ്? ആ സിസ്റ്റത്തിലേക്ക് നമ്മൾ വർക്ക് ചെയ്യുകയാണ്. നമുക്ക് വർക്ക് സിസ്റ്റത്തിൽ നിന്ന് പുറത്തേക്ക് കിട്ടുവാണെങ്കിൽ അത് പോസിറ്റീവാണ്, സിസ്റ്റത്തിലേക്ക് നമ്മൾ വർക്ക് കൊടുക്കുകയാണെങ്കിൽ എന്താണ്? നെഗറ്റീവാണ്. ഹീറ്റ് നേരെ ഓപ്പോസിറ്റ് ആണ്. നമുക്ക് സിസ്റ്റത്തിലേക്ക് ഹീറ്റ് കൊടുക്കുകയാണെങ്കിൽ അത് പോസിറ്റീവാണ്, സിസ്റ്റത്തിൽ നിന്ന് നമുക്ക് ഹീറ്റ് പുറത്തേക്ക് വരുവാണെങ്കിൽ അതെന്താണ്? നെഗറ്റീവാണ്. സോ നമ്മൾ കംപ്രസറാണ്, കംപ്രസറിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? വർക്ക് കൊടുക്കുകയാണ്. വർക്ക് കൊടുത്ത് ഗ്യാസിനെ കംപ്രസ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ വർക്ക് നെഗറ്റീവ് ആയിരിക്കും. ഐസോതെർമൽ കംപ്രഷനാണ് നടക്കുന്നത്. അവിടുത്തെ വർക്കിന്റെ വാല്യൂ വന്നേക്കുവാണ് -67 kilojoules per kilogram. ഓക്കെ, ഫസ്റ്റ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പ്രഷർ, വോളിയം ആൻഡ് ടെമ്പറേച്ചർ എറൗണ്ട് ദി സൈക്കിൾ. ഈ സൈക്കിളിലെ ഓരോ പോയിന്റിലെയും പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ ഈ 3 സാധനങ്ങൾ കണ്ടുപിടിക്കണം. രണ്ടാമത് ഹീറ്റ് ഇൻ ആൻഡ് ഹീറ്റ് ഔട്ട്. ഓക്കെ, അകത്തേക്ക് വരുന്നതും പുറത്തേക്ക് വരുന്നതായിട്ടുള്ള ഹീറ്റ്, നെറ്റ് വർക്ക്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് കണ്ടുപിടിക്കേണ്ടത്. സോ നമ്മൾ ഇതിൻ്റെ ഒരു PV ഡയഗ്രാം വരയ്ക്കാമെന്ന് വിചാരിക്കാം. PV ഡയഗ്രാം വരച്ച് കഴിഞ്ഞാൽ എങ്ങനെ വരും?
3 പ്രോസസ് ആണുള്ളത് അല്ലേ? പി വി. ഫസ്റ്റ് പ്രോസസ് എന്താണ്? ഐസോതെർമൽ കംപ്രഷൻ പ്രോസസ് ആണ്. ഐസോതെർമൽ കംപ്രഷൻ ആയതുകൊണ്ട് വോളിയം കുറയും. ഐസോതെർമൽ പ്രോസസ്സ് പി വി ഡയഗ്രത്തിൽ എങ്ങനെ വരുന്നത്? ഇങ്ങനെയാണ്, ഒരു നെഗറ്റീവ് സ്ലോപ്പ് ഉള്ള ഒരു കർവായിട്ടായിരിക്കും വരുന്നത് അല്ലേ? ശരിയല്ലേ? ഐസോതെർമൽ പ്രോസസ് പി വി ഡയഗ്രത്തിൽ നെഗറ്റീവ് സ്ലോപ്പ് ഉള്ള കർവായിരിക്കും. ഇതിന്റെ കർവിന്റെ ഷേപ്പ് കാണടിച്ചോളണം. ഓക്കെ, സോ ഫസ്റ്റ് എന്ത് സംഭവിക്കുന്നു? ഒരു ഐസോതെർമൽ കംപ്രഷൻ പ്രോസസ്സിന് വിധേയമാവുകയാണ്. സോ ഇത് പ്രോസസ് സ്റ്റേറ്റ് 1, ഇത് സ്റ്റേറ്റ് 2. ഐസോതെർമൽ കംപ്രഷൻ വിധേയമാകുന്നു. രണ്ടാമത് എന്താ സംഭവിക്കുന്നത്? കോൺസ്റ്റന്റ് വോളിയം ഹീറ്റിംഗ് പ്രോസസ് ആണ്. കോൺസ്റ്റന്റ് വോളിയം ഹീറ്റിംഗ് പ്രോസസ്, അതായത് വോളിയം ചേഞ്ച് ചെയ്യാതെ ഹീറ്റ് ചെയ്യുന്നു. സോ വോളിയം ചേഞ്ച് ചെയ്യാതെ ഒരു സബ്സ്റ്റൻസിന് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ പ്രഷർ എന്ത് ചെയ്യും? കൂടും. സോ കോൺസ്റ്റന്റ് വോളിയം പ്രോസസ് ആയതുകൊണ്ട് അതെന്തായിരിക്കും? വെർട്ടിക്കൽ ലൈൻ ആയിരിക്കും. ഹീറ്റിംഗ് പ്രോസസ് ആയതുകൊണ്ട് ആ പ്രോസസ് മുകളിലേക്കായിരിക്കും. സോ 2 to 3 എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് വോളിയം ഹീറ്റിംഗ് പ്രോസസ് ആണ്. അത് ഈ രീതിയിൽ വരും, ഒരു സ്ട്രെയിറ്റ് ലൈൻ, വെർട്ടിക്കൽ സ്ട്രെയിറ്റ് ലൈൻ. ദെൻ മൂന്നാമത്തെ പ്രോസസ് എന്ന് പറയുന്നത് എന്താണ്? പോളിട്രോപ്പിക് എക്സ്പാൻഷൻ ആണ്. പോളിട്രോപ്പിക് എക്സ്പാൻഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? അതും ഒരു നെഗറ്റീവ് സ്ലോപ്പ് ഉള്ള കർവ് ആയിരിക്കും പി വി ഡയഗ്രത്തിൽ. ഓക്കെ, സോ ഇങ്ങനെ വരും. ഇതാണെന്ത്? എക്സ്പാൻഷൻ പ്രോസസ് ആയതുകൊണ്ട് വോളിയം കൂടും. ഇതാണ് നമ്മുടെ ഈ സൈക്കിളിന്റെ പി വി ഡയഗ്രാം എന്ന് പറയുന്നത്. 1 2 3 റിട്ടേൺ ടു 1. സോ നമുക്ക് ഈ പ്രോബ്ലത്തിൽ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യാം? നമ്മുടെ പി വി ഡയഗ്രാം വരയ്ക്കാം. ഇങ്ങനെ 1-2 പ്രോസസ്സ് തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ പി വി ഡയഗ്രാം ഫസ്റ്റ് നിങ്ങൾ വരയ്ക്കാം. ഓക്കെ, സോ പി വി ഡയഗ്രാം വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ഈ പറയുന്ന ഐസോതെർമൽ പ്രോസസ് പി വി ഡയഗ്രാം എന്ന് പറയുന്നത്, ഐസോതെർമൽ പ്രോസസ്സിന്റെ പി വി ഡയഗ്രാം എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും. അതുപോലെ തന്നെ അഡയാബാറ്റിക് പ്രോസസ്സിന്റെ പി വി ഡയഗ്രാം എന്ന് പറയുന്നത് എന്തായിരിക്കും? അതും ഇങ്ങനെയായിരിക്കും. അതുപോലെ തന്നെ പോളിട്രോപ്പിക് പ്രോസസ്സിന്റെ പി വി ഡയഗ്രാം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അതും ഇങ്ങനെയായിരിക്കും അല്ലെ? ഇനി ഇതെങ്ങനെ നമുക്ക് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ഐസോതെർമൽ പ്രോസസ് ആയതുകൊണ്ട് ഇതിന്റെ സ്ലോപ്പ് അല്പം കുറവായിരിക്കും, പോളിട്രോപ്പിക്കിന്റെ സ്ലോപ്പ് അല്പം കൂടുതലായിരിക്കും. അങ്ങനെയാണ് ഇതിന്റെ വ്യത്യാസം വരുന്നത്. അതായത് നമ്മൾ ഈ സെയിം ഡയഗ്രത്തിലേക്ക് തന്നെ പോളിട്രോപ്പിക് വരയ്ക്കുകയാണെങ്കിൽ ഇതിന് പോളിട്രോപ്പിക്കിന് അല്പം കൂടി സ്ലോപ്പ് കൂടുതലായിരിക്കും. ഇങ്ങനെ വരും. ഇത് ഐസോതെർമൽ ആണെങ്കിൽ ഇതെന്തായിരിക്കും? പോളിട്രോപ്പിക് ആയിരിക്കും. ഓക്കെ, അതെങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക? ഐസോതെർമൽ പ്രോസസ്സിന്റെ ഇക്വേഷൻ എന്താ? PV/1 കോൺസ്റ്റന്റ് അല്ലെ? പോളിട്രോപ്പിക് പ്രോസസ്സിന്റെ ഇക്വേഷൻ എന്താ? PV/N കോൺസ്റ്റന്റ്. എന്നിന്റെ വാല്യൂ സാധാരണ രീതിയിൽ 1.3 മുതൽ 1.4 അല്ലെങ്കിൽ 1.5 ഒക്കെ വരുന്നത്. ഓക്കെ, സോ എന്നിന്റെ വാല്യൂ ഇൻഡയറക്ട്ലി മീൻ ചെയ്യുന്നത് സ്ലോപ്പിനെയാണ്. ഓക്കെ, അതായത് പോളിട്രോപ്പിക് പ്രോസസ്സിന്റെ എന്നിന്റെ വാല്യൂ 1 ഗ്രേറ്റർ ആയതുകൊണ്ട് അതിനെന്തായിരിക്കും? ഹയർ ആയിട്ടുള്ള ഒരു സ്ലോപ്പ് ഉണ്ടാവും പി വി ഡയഗ്രത്തിൽ. ജസ്റ്റ് ഞാൻ പറഞ്ഞു എന്നുള്ളൂ എങ്ങനെയാണ് ഒരു പ്രോസസ് വരുന്നത് എന്നുള്ളത്. ഇനി കോൺസ്റ്റന്റ് വോളിയം പ്രോസസ് ആണെങ്കിലോ പി വി ഡയഗ്രാം എങ്ങനെ വരും? കോൺസ്റ്റന്റ് വോളിയം പ്രോസസ് ആണെങ്കിൽ വെർട്ടിക്കൽ ആയിട്ടായിരിക്കും വരുന്നത്. കോൺസ്റ്റന്റ് പ്രഷർ പ്രോസസ് ആണെങ്കിലോ പി വി ഡയഗ്രാം എന്തായിരിക്കും? ഹൊറിസോണ്ടൽ ആയിരിക്കും. സോ ഇത്രയും പ്രോസസ്സിന്റെ പി വി ഡയഗ്രാം അറിഞ്ഞിരുന്നോളണം. സോ ഇതിന്റെയൊക്കെ ഒരു മിക്സ് ആയിട്ടുള്ള സൈക്കിൾ ആയിരിക്കും ക്വസ്റ്റ്യനിൽ വരിക. സോ നമ്മൾ എന്ത് ചെയ്തോളണം? ആ രീതിയിൽ നമ്മുടെ സൈക്കിൾ കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മൾ പ്രോബ്ലത്തിലേക്ക് വെക്കണം. ഓക്കെ, സോ നമ്മുടെ ഈ ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് പ്രോസസ് എന്ന് പറയുന്നത് ഐസോതെർമൽ കംപ്രഷൻ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ഇങ്ങനൊരു കർവ് വരച്ചു. സെക്കൻഡ് പ്രോസസ് എന്ന് പറയുന്നത് എന്താണ്? കോൺസ്റ്റന്റ് പ്രഷർ, കോൺസ്റ്റന്റ് വോളിയം ഹീറ്റിംഗ് പ്രോസസ് ആണ്, അതുകൊണ്ട് വെർട്ടിക്കൽ ലൈൻ വരച്ചു. തേർഡ് പ്രോസസ് എന്ന് പറയുന്നത് എന്താണ്? പോളിട്രോപ്പിക് എക്സ്പാൻഷൻ പ്രോസസ് ആണ്, അതുകൊണ്ട് എന്ത് ചെയ്തു? മൂന്നാമത്തെ കർവും വരച്ചു. ഓക്കെ, സോ ഇതാണ് നമ്മുടെ സൈക്കിൾ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഓരോ പോയിന്റിലെയും പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ കണ്ടുപിടിക്കാൻ പോവാണ്. സോ വേറെ ഒന്നുമല്ല, നമ്മുടെ സൈക്കിൾ തന്നെയാണ്. 1 to 2 എന്താണ്? ഐസോതെർമൽ കംപ്രഷൻ പ്രോസസ്. 2 to 3 എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് വോളിയം ഹീറ്റിംഗ് പ്രോസസ്. വോളിയം ഹീറ്റിംഗ് പ്രോസസ്. 3 to 4 എന്ന് പറയുന്നത് എന്താണ്? പോളിട്രോപ്പിക് എക്സ്പാൻഷൻ പ്രോസസ്. ഓക്കെ, ഇവിടെ എഴുതിയിട്ടുണ്ട് ടെമ്പറേച്ചർ ഈക്വൽ ടു കോൺസ്റ്റന്റ്, വോളിയം ഈക്വൽ ടു കോൺസ്റ്റന്റ്, PV/N ഈക്വൽ ടു കോൺസ്റ്റന്റ്. കുഴപ്പമില്ലല്ലോ. നൗ നമ്മൾ ഓരോ പ്രോസസ്സിലെയും പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ, സൈക്കിളിലെ ഓരോ പോയിന്റിലെയും പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. സോ നമ്മൾ കണ്ടുപിടിക്കാൻ പോവാണ്. ഫസ്റ്റ് തന്നെ V1 കണ്ടുപിടിക്കാൻ പോവാണ്. V1 നമുക്ക് P1ന്റെ വാല്യൂ അറിയാം. എത്രയാണ്? 100 kPa ആണ് P1.
P1. ഈ V1ന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പോവാണ്. V1ന്റെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്കറിയാം PV = എന്താണ്? MRT ആണ്. PV = MRT. ശരിയല്ലേ? PV = MRT. നമുക്ക് ക്വസ്റ്റ്യനിൽ ഒരു വർക്ക് തന്നിട്ടുണ്ട്, ഐസോതെർമൽ വർക്ക് എത്രയാണ്, അല്ലെങ്കിൽ ഐസോതെർമൽ കംപ്രഷൻ റിക്വയർസ് -67 kJ/kg ഓഫ് വർക്ക്. അതായത് ഈ ഐസോതെർമൽ കംപ്രഷൻ പ്രോസസ് ഉണ്ടല്ലോ, അവിടെ നമ്മൾ വർക്ക് കൊടുക്കുമല്ലോ ചെയ്യുന്നത്, ആ വർക്കിന്റെ വാല്യൂ എത്രയെന്ന് പറഞ്ഞേക്കാണ് -67 kJ/kg. അതായത് 1 കിലോഗ്രാം സബ്സ്റ്റൻസ് കംപ്രസ് ചെയ്യാൻ -67 അല്ലെങ്കിൽ 67 kJ വർക്ക് വേണമെന്ന് പറഞ്ഞിരിക്കുന്നത്. സോ ഈ സൈക്കിളിൽ ഉള്ള സബ്സ്റ്റൻസിന്റെ മാസ് എന്ന് പറയുന്നത് 1 കിലോഗ്രാം ആയിട്ട് എടുക്കുക. അതായത് 1 കിലോഗ്രാം നൈട്രജനെയാണ് നമ്മൾ ഈ പറയുന്ന ഐസോതെർമൽ കംപ്രഷന് വിധേയമാക്കുന്നത്, ആഫ്റ്റർ കോൺസ്റ്റന്റ് വോളിയം ഹീറ്റിങ്ങിന് വിധേയമാക്കുന്നത്, ആഫ്റ്റർ പോളിട്രോപ്പിക് എക്സ്പാൻഷന് വിധേയമാക്കുന്നത് എന്ന് എടുക്കാം. ഓക്കെ, സോ ഇവിടുത്തെ മാസ് എന്ന് പറയുന്നത് 1 കിലോഗ്രാം ആയിട്ട് എടുക്കാം. ഓക്കെ, നൈട്രജന്റെ മാസ് 1 കിലോഗ്രാം ആയിട്ട് എടുക്കുകയാണ്, കാരണം നമ്മുടെ വർക്ക് വന്നിരിക്കുന്നത് പെർ കിലോഗ്രാമിലാണ്. സോ PV = MRT, M = 1 കിലോഗ്രാം ആണ്. PV = എന്ത് വരും? RT എന്ന് വരും. ഇതിൽ നമുക്ക് ടെമ്പറേച്ചർ കണ്ടുപിടിക്കാൻ പറ്റും. ടെമ്പറേച്ചർ = എന്താണ്? വോളിയം കണ്ടുപിടിക്കാൻ പറ്റും. വോളിയം = എന്താണ്? വോളിയം = RT/P എന്ന് വരും. RT/P. സോ RT/P. സോ V1 = എന്തായിരിക്കും? V1 = R × T1/P എന്ന് വരും അല്ലേ? ഈ ഇക്വേഷൻ ഏത് പ്രോസസ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ജനറൽ ഗ്യാസ് ഇക്വേഷൻ ആണ് അല്ലേ? സോ V1 = R T1/P1. ആറിന്റെ വാല്യൂ 0.29966 ആണ്. ഇതെന്താണ്? ക്യാരക്ടറിസ്റ്റിക് ഗ്യാസ് കോൺസ്റ്റന്റ് ആണ്. ഇതിന്റെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? നമുക്ക് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് വാല്യൂ അറിയാം. യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് വാല്യൂ എത്രയാണ്? 8.314 kJ/kg ആണ് അല്ലേ? 8.314 kJ/kg. What is the relation between universal gas constant and characteristic gas constant? ക്യാരക്ടറിസ്റ്റിക് ഗ്യാസ് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് നമ്മൾ എന്ത് ചെയ്യണം? മോളിക്കുലാർ മാസ് വെച്ച് എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം അല്ലേ? സോ നമ്മുടെ നൈട്രജന്റെ മോളിക്കുലാർ മാസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 28 എന്ന് വരും അല്ലേ? സോ 8.314 ഡിവൈഡഡ് ബൈ 28 ചെയ്ത് നോക്കുക. 28 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നൈട്രജന്റെ ക്യാരക്ടറിസ്റ്റിക് ഗ്യാസ് കോൺസ്റ്റന്റ് കിട്ടും. അതിന്റെ വാല്യൂ 0.29966 എന്ന് കിട്ടും. ഓക്കെ, സോ നിങ്ങൾ ഇതിന്റെ വാല്യൂ കാണാൻ പഠിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഈ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് വാല്യൂ മാത്രം കാണാൻ പഠിച്ചാൽ മതി. 8.314 kJ/kg ആണ്. സോ അതിനെ നമ്മൾ നൈട്രജന്റെ മോളിക്കുലാർ മാസ് അത് നിങ്ങൾക്ക് അറിയായിരിക്കും 28 ആണ്. അത് വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ ക്യാരക്ടറിസ്റ്റിക് ഗ്യാസ് കോൺസ്റ്റന്റ് വാല്യൂ കിട്ടും. ഓക്കെ, സോ 0.29966 ഇൻറ്റു ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ എപ്പോഴും നമ്മൾ കെൽവിനിൽ എടുക്കുന്നത് കേട്ടോ. കെൽവിനിൽ T1ന്റെ വാല്യൂ തന്നിട്ടുണ്ട്. എത്രയാണ്? 40 ഡിഗ്രി സെൽഷ്യസ് ആണ്. സോ നമ്മൾ എന്ത് ചെയ്യണം? 273 പ്ലസ് 40 ചെയ്യണം. എത്ര കിട്ടും? 313. അത്രയും കെൽവിൻ കിട്ടും. സോ T1ന്റെ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഡിവൈഡഡ് ബൈ P1. ഒന്നാമത്തെ പ്രഷർ എന്തുണ്ട്? ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 1110 ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? V1ന്റെ വാല്യൂ കിട്ടും. V1 = 0.853 m3/kg എന്ന് കിട്ടും. ഓക്കെ, 0.853 m3/kg. സോ ഒന്നാമത്തെ പോയിന്റിലെ പ്രഷർ, ടെമ്പറേച്ചർ ആൻഡ് വോളിയം മൂന്ന് നമ്മൾ കണ്ടുപിടിച്ചു. പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ ഒന്നാമത്തെ പോയിന്റിലെ, അതായത് P1, V1, T1 മൂന്നിന്റെ വാല്യൂ കണ്ടുപിടിച്ചു. P1ന്റെയും T1ന്റെയും വാല്യൂ തന്നിട്ടുണ്ട്. V1ന്റെ വാല്യൂ നമ്മൾ എന്ത് ചെയ്തു? കണ്ടുപിടിച്ചു. കുഴപ്പമില്ലല്ലോ. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോണ്? രണ്ടാമത്തെ പോയിന്റിൽ ഈ പറയുന്ന കറസ്പോണ്ടിങ് വാല്യൂസ് കണ്ടുപിടിക്കാൻ പോവാണ്. സോ അതിനുവേണ്ടി രണ്ടാമത്തെ പ്രോസസ് എന്ന് പറയുന്നത് എന്താണ്? 1 to 2 എന്ന് പറയുന്ന പ്രോസസ് എന്താണ്? ഐസോതെർമൽ കംപ്രഷൻ പ്രോസസ് ആണ്. സോ ഐസോതെർമൽ പ്രോസസ്സിലുള്ള വർക്കിന്റെ ഇക്വേഷൻ കാണാൻ പഠിച്ചോളണം. നമുക്ക് അറിയാവുന്ന ഇക്വേഷൻ ആണ്. ഐസോതെർമൽ കംപ്രഷൻ പ്രോസസ്സിലുള്ള വർക്കിന്റെ ഇക്വേഷൻ എന്താണ്? P1 V1 ഇൻറ്റു ലോൺ V2/V1 ആണ് അല്ലേ? P1 V1 ഇൻറ്റു ലോൺ V2/V1 ആണ്. ഐസോതെർമൽ പ്രോസസ് ആണെങ്കിൽ ആ പ്രോസസ്സിലുള്ള വർക്കിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് P1 V1 ഇൻറ്റു ലോൺ V2/V1 ആണ്. സോ നമ്മൾ എന്ത് ചെയ്യാം? ഇതിൽ നമുക്ക് ഡബ്ല്യുവിന്റെ വാല്യൂ അറിയാം. ഡബ്ല്യുവിന്റെ വാല്യൂ എത്രയാണ്? -67 ആണ് അല്ലേ? -67 kJ/kg ആണ് ഡബ്ല്യുവിന്റെ വാല്യൂ. P1ന്റെയും V1ന്റെയും വാല്യൂ നമുക്ക് അറിയാം. P1ന്റെയും V1ന്റെയും വാല്യൂ അറിയാം. V2 മാത്രമാണ് ഇക്വേഷനിൽ അൺനോൺ ഉള്ളത്. സോ ഈ ഇക്വേഷനിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? V2ന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെയാണ്? ലോൺ V2/V1 = എന്ത് വരും?
ലോൺ V2 by V1 is equal to W divided by P1 V1 എന്ന് വരും. സോ നമ്മൾ എഴുതുവാണ് ലോൺ V2 by V1 is equal to W1 to 2, അതായത് 1 to 2 എന്ന പ്രോസസ്സിലെ വർക്ക് ഡിവൈഡഡ് ബൈ P1 V1 എന്ന് വരും. സോ 1 to 2 എന്ന് പറയുന്ന പ്രോസസ്സിലെ വർക്കിന്റെ ഇക്വേഷൻ എന്താണ്? -67 ആണ് അല്ലേ? സോ -67 ഡിവൈഡഡ് ബൈ ഒന്നാമത്തെ പോയിന്റിലെ പ്രഷർ എന്ന് പറയുന്നത് 1110 ആണ്. അതുപോലെ തന്നെ ഒന്നാമത്തെ പോയിന്റിലെ വോളിയം എന്ന് പറയുന്നത് 0.853 ആണ്. നമ്മൾ കണ്ടുപിടിച്ചു 0.853. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ലോൺ V2 by V1 വാല്യൂ കിട്ടും -0.71406 എന്ന് കിട്ടും. -0.71406. ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? V2 വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെയാണ്? V2 is equal to 0.853 എന്താണ്? V1 ആണ് അല്ലേ? 0.853 ഇൻറ്റു E raised to -0.714. അതായത് എക്സ്പോണൻഷ്യൽ എടുക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? V2 വാല്യൂ കിട്ടും. സോ അത് ചെയ്യുമ്പോൾ നമുക്ക് V2 വാല്യൂ കിട്ടും. ഓക്കെ, V2 വാല്യൂ കിട്ടും. സോ നമ്മൾ എന്ത് ചെയ്തു? രണ്ടാമത്തെ പോയിന്റിൽ V2 വാല്യൂ കണ്ടെത്തി അല്ലേ? ഇനി രണ്ടാമത്തെ പോയിന്റിൽ പ്രഷറിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പോകണം. രണ്ടാമത്തെ പോയിന്റിൽ പ്രഷറിന്റെ വാല്യൂ. അതുവേണ്ടി നമുക്കറിയാം 1 to 2 എന്ന് പറയുന്ന പ്രോസസ് എന്താണ്? ഐസോതെർമൽ പ്രോസസ് ആണ് അല്ലേ? ഐസോതെർമൽ പ്രോസസ്. സോ ഐസോതെർമൽ പ്രോസസ്സിന്റെ കേസിൽ നമുക്ക് ജനറൽ ആയിട്ടൊരു ഇക്വേഷൻ ഉണ്ട്. എന്താണ്? P1 V1 by T1 is equal to P2 V2 by T2. ഇത് ഐസോതെർമൽ പ്രോസസ്സിന്റെ ഇക്വേഷൻ അല്ല, എല്ലാ പ്രോസസ്സിനും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ജനറൽ ഇക്വേഷൻ ആണ് അല്ലെ? ഐസോതെർമൽ പ്രോസസ് ആണെങ്കിൽ എന്തായിരിക്കും? T1 is equal to എന്തായിരിക്കും? T2 ആയിരിക്കും. ഈ രണ്ട് സാധനം എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പൊ ഇത് രണ്ടും എന്തായിക്കോളും? കട്ടായി പോയിക്കോളും. സോ P1 V1 ഈക്വൽ ടു എന്തായിരിക്കും? P2 V2 ആയിരിക്കും അല്ലെ? ഐസോതെർമൽ പ്രോസസ്സിന്റെ കേസിൽ P1 V1 is equal to P2 V2 ആയിരിക്കും. സോ നമ്മൾ എന്താണ്? ഇതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ഓക്കെ, P1 V1 is equal to P2 V2 എന്ന് പറയുന്ന ഇക്വേഷൻ കിട്ടി. ഈ ഇക്വേഷനിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? P2 വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. P2 is equal എന്ത് വരും? P1 V1 ഡിവൈഡഡ് ബൈ V2 എന്ന് വരും. P1 V1 ഡിവൈഡഡ് ബൈ V2 എന്ന് വരും. സോ നമുക്ക് P1 വാല്യൂ അറിയാം, V1 വാല്യൂ അറിയാം, V2 വാല്യൂ അറിയാം. P1 വാല്യൂ എത്രയാണ്? 1110 കിലോ പാസ്കൽ ആണ്. 1110 കിലോ പാസ്കൽ. V1 വാല്യൂ എത്രയാണ്? 0.853 ആണ്. 0.853. V2 വാല്യൂ നമുക്ക് ഇത് ചെയ്യുമ്പോൾ നമുക്ക് V2 വാല്യൂ കിട്ടും 0.417 മീറ്റർ ക്യൂബ് പെർ കിലോഗ്രാം എന്ന് കിട്ടും കേട്ടോ. 0.417 മീറ്റർ ക്യൂബ് പെർ കിലോഗ്രാം. സോ നമ്മൾ V2 വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? P2 വാല്യൂ കിട്ടും. P2 എന്താണ്? 225 കിലോ പാസ്കൽ എന്ന് കിട്ടും. 225 കിലോ പാസ്കൽ എന്ന് കിട്ടും. P2 വാല്യൂ കിട്ടി. ഇനി T2 വാല്യൂ എത്രയാ? T2 വാല്യൂ എന്ന് പറയുന്നത് T1 വാല്യൂ തന്നെ ആയിരിക്കും. എത്രയാണ്? 313 കെൽവിൻ ആയിരിക്കും. കാരണം എന്താണ്? 1 to 2 എന്ന് പറയുന്ന പ്രോസസ് എന്താണ്? ഐസോതെർമൽ പ്രോസസ് ആണ്. അതായത് 1 to 2 എന്ത് ചെയ്യില്ല? ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യുന്നില്ല. അതുകൊണ്ട് T2 വാല്യൂ 313 കെൽവിൻ ആയിരിക്കും. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്തു? രണ്ടാമത്തെ പോയിന്റിലെ പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ P2 V2 T2 വാല്യൂ കണ്ടുപിടിച്ചു. P2 വാല്യൂ എത്രയാണ്? 225 കിലോ പാസ്കൽ ആണ്. V2 വാല്യൂ എത്രയാണ്? 0.417 മീറ്റർ ക്യൂബ് പെർ കിലോഗ്രാം ആണ്. T2 വാല്യൂ സെയിം തന്നെയാണ്, 313 കെൽവിൻ ആണ്. ഓക്കെ ആണല്ലോ, കുഴപ്പമില്ല. നൗ മൂന്നാമത്തെ പോയിന്റിലേക്ക് പോവാണ്. മൂന്നാമത്തെ പോയിന്റ്. സോ നമ്മുടെ PV ഡയഗ്രാം വരയ്ക്കുകയാണെങ്കിൽ ഫസ്റ്റ് പ്രോസസ് 1 to 2, സെക്കൻഡ് പ്രോസസ് 2 to 3, തേർഡ് പ്രോസസ് 3 to 1 അല്ലേ? സോ ഇത് PV raised to n is equal to കോൺസ്റ്റന്റ് അഥവാ പോളിട്രോപിക് പ്രോസസ് ആണ്. ഓക്കെ, ഈ പോളിട്രോപിക് പ്രോസസ്സിന്റെ ജനറൽ എക്സ്പ്രഷൻ ആണെന്ത്? P1 V1 PV raised to n is equal to കോൺസ്റ്റന്റ് അല്ലേ? പോളിട്രോപിക് പ്രോസസ്സിന്റെ ജനറൽ എക്സ്പ്രഷൻ ആണ് PV raised to n is equal to കോൺസ്റ്റന്റ്. ഇവിടുത്തെ പോളിട്രോപിക് പ്രോസസ് എന്ന് പറയുന്നത് എന്താണ്? 3 to 1 എന്ന് പറയുന്ന പ്രോസസ് ആണ്. 3 to 1. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? P3 V3 raised to n is equal to P1 V1 raised to n എഴുതാൻ പറ്റും. ശരിയല്ലേ? ഇതാണ് പോളിട്രോപിക് പ്രോസസ്സിന്റെ ജനറൽ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. ഇതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? P3 വാല്യൂ കണ്ടുപിടിക്കാൻ പോവാണ്. P3 വാല്യൂ മൂന്നാമത്തെ പോയിന്റിലെ പ്രഷർ എങ്ങനെയാ? P3 is equal to P1 V1 raised to n divided by V3 raised to n ആണ്. P1 V1 raised to n divided by V3 raised to n ആണ്. ഇനി ഇവിടെ നോക്കിയേ, നമുക്ക് ഇവിടുത്തെ P1 വാല്യൂ നമുക്ക് അറിയാം.
നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. V1ന്റെ വാല്യൂ അറിയാം, നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. V3യുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? V3യുടെ വാല്യൂ എന്ന് പറയുന്നത് V2ന്റെ വാല്യൂ തന്നെയായിരിക്കും. കാരണം എന്താണ്? 2 to 3 എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് വോളിയം പ്രോസസ് ആണ്. സോ V3യുടെ വാല്യൂ എന്ന് പറയുന്നത് V2ന്റെ വാല്യൂ തന്നെയായിരിക്കും. V2ന്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 0.417 മീറ്റർ ക്യൂബ് പെർ കിലോഗ്രാം ആണ് അല്ലേ? സോ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. P1ന്റെ വാല്യൂ എന്ന് പറയുന്നത് 1110 ആണ് ഇൻറ്റു V1ന്റെ വാല്യൂ എന്ന് പറയുന്നത് 0.853 ആണ്. V2ന്റെ വാല്യൂ എന്ന് പറയുന്നത് 0.417 ആണ്. ഓൾ റേസ് ടു n. എന്നിന്റെ വാല്യൂ ക്വസ്റ്റ്യന് പറഞ്ഞേക്കാണ് 1.35 ആണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. 1.35 ആണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. സോ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് P3യുടെ വാല്യൂ കിട്ടും. P3യുടെ വാല്യൂ എത്രയാണ്? 289 കിലോ പാസ്കൽ എന്ന് കിട്ടും. 289 കിലോ പാസ്കൽ. P3യുടെ വാല്യൂ 289 കിലോ പാസ്കൽ നമുക്ക് കിട്ടും. ഓക്കെ. സോ മൂന്നാമത്തെ പോയിന്റിൽ നമ്മൾ എന്ത് ചെയ്തു? പ്രഷർ കണ്ടെത്തി. ഇനി നമ്മൾ മൂന്നാമത്തെ പോയിന്റിൽ ടെമ്പറേച്ചർ കണ്ടെത്താൻ പോവാണ്. മൂന്നാമത്തെ പോയിന്റിലെ ടെമ്പറേച്ചർ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ 2 to 3 എന്ന് പറയുന്ന പ്രോസസ്സ് എടുക്കുക. അതായത് സെക്കൻഡ് പ്രോസസ്സ് ഏതാണ്? കോൺസ്റ്റന്റ് വോളിയം പ്രോസസ്സ്. സോ കോൺസ്റ്റന്റ് വോളിയം പ്രോസസ്സ് എടുത്തു കഴിഞ്ഞാൽ ഞാൻ റബ്ബ് ചെയ്യാണ്. കോൺസ്റ്റന്റ് വോളിയം പ്രോസസ്സ് നമ്മുടെ ജനറൽ ഇക്വേഷൻ ഉണ്ട്. P1 V1 ഡിവൈഡഡ് ബൈ T1 ഈസ് ഈക്വൽ ടു P2 V2 ബൈ T2 ജനറൽ ഇക്വേഷൻ ആണ്. നമ്മൾ 2 to 3 എന്ന് പറയുന്ന പ്രോസസ്സ് എടുക്കുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? P2 V2 ബൈ T2 ഈക്വൽ ടു P3 V3 ഡിവൈഡഡ് ബൈ T3 എന്ന് എടുക്കാൻ പറ്റും. ശരിയല്ലേ? 2 to 3 എന്ന് പറയുന്ന പ്രോസസ്സ് എന്താണ്? കോൺസ്റ്റന്റ് വോളിയം പ്രോസസ് ആണ്. കോൺസ്റ്റന്റ് വോളിയം പ്രോസസ്സ്. സോ കോൺസ്റ്റന്റ് വോളിയം പ്രോസസ് ആയതുകൊണ്ട് നമുക്ക് V2 V3 എന്തായിരിക്കും? സെയിം ആയിരിക്കും, കട്ട് ചെയ്ത് കളയാൻ പറ്റും. സോ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? P2 ബൈ T2 ഈസ് ഈക്വൽ ടു P3 ബൈ T3 എന്ന് എഴുതാൻ പറ്റും. ഈ T3 ഇപ്പുറം സൈഡിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ എന്ത് വരും? T3 ഡിവൈഡഡ് ബൈ T2 എന്ന് വരും. ഈക്വൽ ടു P3 ഓൾറെഡി അവിടെ ഉണ്ട്, ഡിവൈഡഡ് ബൈ P2 എന്ന് വരും. സോ നമുക്ക് ഈ റിലേഷൻ കിട്ടും. T3 ബൈ T2 ഈസ് ഈക്വൽ ടു P3 ബൈ T2 എന്ന് പറയുന്ന റിലേഷൻ കിട്ടും. ഈ റിലേഷനിൽ നമുക്ക് ഓൺലി അൺനോൺ ഈസ് T3 മാത്രം നമുക്ക് അറിയാത്തേ ഉള്ളൂ. അതിൽ നിന്ന് നമുക്ക് T3യുടെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. T3 ഈസ് ഈക്വൽ ടു T2 ഇൻറ്റു P3 ഡിവൈഡഡ് ബൈ P2. ഓക്കെ. സോ എല്ലാത്തിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. T2ന്റെ വാല്യൂ എത്രയാണ്? 313 കെൽവിൻ ആണ്. T1ന്റെയും T2ന്റെയും വാല്യൂ 313 കെൽവിൻ ആണ്. P3യുടെയും P2ന്റെ വാല്യൂ നമുക്ക് അറിയാം. P3 എന്ന് പറയുന്നത് 289 ആണ്. നമ്മളിപ്പോൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. V2ന്റെ വാല്യൂ 225 ആണ് അല്ലേ? സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഈ പറയുന്ന T3യുടെ വാല്യൂ കിട്ടും. T3യുടെ വാല്യൂ 398 കെൽവിൻ എന്ന് കിട്ടും. 398 കെൽവിൻ എന്ന് കിട്ടും. ഓക്കെ, കുഴപ്പമില്ലല്ലോ. സോ നമ്മൾ എന്ത് ചെയ്തു? മൂന്നാമത്തെ പോയിന്റിലെ ടെമ്പറേച്ചർ കണ്ടെത്തി കഴിഞ്ഞു. ഓക്കെ, മൂന്നാമത്തെ പോയിന്റിലെ വോളിയം കണ്ടെത്തി, മൂന്നാമത്തെ പോയിന്റിലെ ടെമ്പറേച്ചർ കണ്ടെത്തി, പ്രഷറും നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു. ഓക്കെ, കുഴപ്പമില്ലല്ലോ. സോ ഇത്രയാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് എന്ത്? ഹീറ്റ് ഇൻ ആൻഡ് ഹീറ്റ് ഔട്ട്. ഹീറ്റ് ഇൻ ആൻഡ് ഔട്ട്. ഹീറ്റ് ഇൻ ആൻഡ് ഔട്ട് അതാണ് കണ്ടുപിടിക്കേണ്ടത്. ഹീറ്റിന്റെ വാല്യൂ, ഓരോ പ്രോസസ്സിലുള്ള ഹീറ്റിന്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഒന്നാമത്തെ പ്രോസസ്സ് എടുക്കുകയാണ് പ്രോസസ് 1 to 2. 1 to 2 എന്ന് പറയുന്നത് എന്താണ്? കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ പ്രോസസ് ആണ്, അല്ലെങ്കിൽ ഐസോ തെർമൽ പ്രോസസ് ആണ്. നമ്മുടെ ജനറൽ ഇക്വേഷൻ എന്താണ്? അല്ലെങ്കിൽ ഫസ്റ്റ് ലോ അപ്ലൈ ടു എ പ്രോസസ്. ഇക്വേഷൻ എന്താ? ഫസ്റ്റ് ലോ അപ്ലൈ ടു എ പ്രോസസ് എന്ന് പറയുന്നത് Q അല്ലെങ്കിൽ ഡെൽറ്റ Q ഈസ് ഈക്വൽ ടു ഡെൽറ്റ U പ്ലസ് P ഡെൽറ്റ V ആണ് അല്ലേ? അല്ലെങ്കിൽ എന്താണ്? നമ്മൾ സപ്ലൈ ചെയ്യുന്ന ഹീറ്റ് രണ്ട് കാര്യങ്ങൾ കൊണ്ട് ഉപയോഗിക്കും. ഒന്ന് ഇന്റർണൽ എനർജി കൂട്ടാൻ വേണ്ടി, രണ്ട് വർക്ക് ചെയ്യാൻ വേണ്ടി. ഇനി ഐസോ തെർമൽ പ്രോസസ് ആണെങ്കിൽ, പ്രത്യേകത എന്താ? ഐസോ തെർമൽ പ്രോസസ് ആണെങ്കിൽ ടെമ്പറേച്ചർ ചേഞ്ച് 0 ആയിരിക്കും. ടെമ്പറേച്ചർ ചേഞ്ച് 0 ആണെങ്കിൽ എന്താണ്? ചേഞ്ച് ഇൻ ഇന്റർണൽ എനർജി എന്തായിരിക്കും? 0 ആയിരിക്കും. ചേഞ്ച് ഇൻ ഇന്റർണൽ എനർജി എന്തായിരിക്കും? 0 ആയിരിക്കും. ശരിയല്ലേ? ചേഞ്ച് ഇൻ ഇന്റർണൽ എനർജി ഈസ് ഈക്വൽ ടു ഡെൽറ്റ U ഈസ് ഈക്വൽ ടു CV ഇൻറ്റു T2 മൈനസ് T1. ഇതാണ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഐസോ തെർമൽ പ്രോസസ് ആയതുകൊണ്ട് രണ്ടിൻ്റെയും ടെമ്പറേച്ചർ സെയിം ആണ്. സോ ഡെൽറ്റ U ഈക്വൽ ടു 0 ആയിരിക്കും. സോ ഡെൽറ്റ Q ഈസ് ഈക്വൽ ടു ഡെൽറ്റ W ആയിരിക്കും, അല്ലെങ്കിൽ എന്താ? P ഡെൽറ്റ V ആയിരിക്കും. P ഡെൽറ്റ V എന്ന് പറഞ്ഞാൽ ചേഞ്ചിങ് വർക്കാണ്. സോ നമ്മുടെ ഇക്വേഷൻ ഏതാണ്? Q1 to 2 ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ എന്താ? ഇന്റേണൽ എനർജി ഇൻ പ്രോസസ് 1 to 2 പ്ലസ് വർക്ക് ഇൻ പ്രോസസ് 1 to 2 ആണ്.
ഇനി ഡെൽറ്റ യു എന്ന് പറയുന്നത് എന്താണ്? CV ഇൻറ്റു T2 മൈനസ് T1 ആണ് പ്ലസ് W ആണ്. T2 T1 സെയിം ആയതുകൊണ്ട് ഈ ടൈം എന്താവും? 0 ആയി പോവും. സോ Q1 to 2 എന്ന് പറയുന്നത് വർക്ക് ഇൻ പ്രോസസ് 1 to 2 ആണ്. നമുക്കറിയാം വർക്ക് ഇൻ പ്രോസസ് 1 to 2 എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് -67 കിലോ ജൂൾസ് പെർ കിലോഗ്രാം ആണ്. സോ Q1 to 2ന്റെ വാല്യൂ ഫസ്റ്റ് പ്രോസസ്സിലുള്ള ഹീറ്റ് ട്രാൻസ്ഫർ വാല്യൂ എന്താണ്? -67 കിലോ ജൂൾസ് പെർ കിലോഗ്രാം ആണ്. -67 കിലോ ജൂൾസ് പെർ കിലോഗ്രാം ആണ്. സോ എന്തുകൊണ്ടാണ് ഈ മൈനസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താണ് ഈ മൈനസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? 1 to 2 എന്ന് പറയുന്ന പ്രോസസ്സിൽ കംപ്രഷനാണ് നടക്കുന്നത്. സോ ഈ കംപ്രഷൻ പ്രോസസ് ഹീറ്റ് എന്ത് ചെയ്യും? പുറത്തേക്ക് വരുവാണ്. ഹീറ്റ് ലോസ് ആയി പോവാണ്. ഹീറ്റ് ലോസ് ആയി പോകുന്നതുകൊണ്ടാണ് അവിടെ മൈനസ് വന്നിരിക്കുന്നത്. ഹീറ്റ് പുറത്തേക്ക് വരുവാണെങ്കിൽ അവിടെ അതിന്റെ വാല്യൂ മൈനസ് ആയിരിക്കും. സോ ഹീറ്റ് ഔട്ട് ഡ്യൂറിങ് ദി പ്രോസസ് കംപ്രഷൻ ഈസ് -67 കിലോ ജൂൾസ് പെർ കിലോഗ്രാം ആണ്. ഓക്കെ, നൗ പ്രോസസ് 2 to 3 എന്ന് പറയുന്ന പ്രോസസ് എന്താണ്? വോളിയം ഈസിക്കൽ കോൺസ്റ്റന്റ് അല്ലെങ്കിൽ ഐസോ വോളിയം കോൺസ്റ്റന്റ് വോളിയം പ്രോസസ് ആണ്. അല്ലെങ്കിൽ അതിന് വിളിക്കുന്ന മറ്റൊരു പേരാണെന്ത്? ഐസോകോറിക് പ്രോസസ്. ഐസോകോറിക് പ്രോസസ്. കോൺസ്റ്റന്റ് വോളിയം പ്രോസസ്സിന് വിളിക്കുന്ന മറ്റൊരു പേരാണെന്ത്? ഐസോകോറിക് പ്രോസസ്. സോ നമ്മുടെ ഹീറ്റിന്റെ ഇക്വേഷൻ ഏതാണ്? അതിൽ ഫസ്റ്റ് ലോ എഴുതുവാണെങ്കിൽ Q2 to 3 ഈസിക്കൽ ടു ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി ഇൻ ദി പ്രോസസ് 2 to 3 എന്താണ്? CV ഇൻറ്റു T3 മൈനസ് T2 പ്ലസ് വർക്ക് ഇൻ ദി പ്രോസസ് 2 to 3. സോ ശ്രദ്ധിക്കുക, ഡെൽറ്റ യു ഇസിക്കൽ ടു പി ഡെൽറ്റ വി. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ലോന്റെ ജനറൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. സോ കോൺസ്റ്റന്റ് വോളിയം പ്രോസസ് ആണെങ്കിൽ എന്തായിരിക്കും? ഡെൽറ്റ വി എന്തായിരിക്കും? 0 ആയിരിക്കും. ഡെൽറ്റ വി 0 ആയിരിക്കും. സോ കോൺസ്റ്റന്റ് വോളിയം പ്രോസസ്സിൽ വർക്ക് ട്രാൻസ്ഫർ എന്തായിരിക്കും? 0 ആയിരിക്കും. സോ ഡെൽറ്റ ക്യൂ വിൽ ബി ഈസിക്കൽ ടു ഡെൽറ്റ യു ആയിരിക്കും. അതാണ് കോൺസ്റ്റന്റ് വോളിയം പ്രോസസ്സിന്റെ പ്രത്യേകത. അല്ലെങ്കിൽ ഡെൽറ്റ ക്യൂ ഹീറ്റ് സപ്ലൈഡ് വിൽ ബി ഈസിക്കൽ ടു CV ഇൻറ്റു T3 മൈനസ് T2 ആയിരിക്കും. അതാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. സോ Q2 to 3 സെക്കൻഡ് പ്രോസസ്സിൽ അല്ലെങ്കിൽ കോൺസ്റ്റന്റ് വോളിയം പ്രോസസ്സിൽ സപ്ലൈ ചെയ്യുന്ന ഹീറ്റിന്റെ എമൗണ്ട് എന്ന് പറയുന്നത് CV ഇൻറ്റു T3 മൈനസ് T2 ആണ്. CVയുടെ വാല്യൂ ക്വസ്റ്റ്യൻ തന്നിട്ട് ഡയറക്റ്റ് ആയിട്ട് 0.7442 ഇൻറ്റു ടെമ്പറേച്ചർ ഡിഫറൻസ് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് Q2 to 3 കിട്ടും. അത്രയാണ് 63.3 കിലോ ജൂൾസ് പെർ കിലോഗ്രാം എന്ന് കിട്ടും. സോ സെക്കൻഡ് പ്രോസസ്സിൽ 63.3 കിലോ ജൂൾസ് പെർ കിലോഗ്രാം ആണ്. അതിന്റെ വാല്യൂ പോസിറ്റീവ് ആണ്. അതെന്താ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന? ഹീറ്റ് എന്താണ്? സിസ്റ്റത്തിലേക്ക് നമ്മൾ കൊടുക്കുവാണ് അല്ലെ? സിസ്റ്റം ഹീറ്റ് എന്താണ്? ഹീറ്റ് എനർജി യൂട്ടിലൈസ് ചെയ്യാണെന്നാണ് അതിന്റെ മീനിങ് എന്ന് പറയുന്നത്. സോ സെക്കൻഡ് പ്രോസസ്സിലെ ഹീറ്റ് ട്രാൻസ്ഫർ ആണ് എന്ത്? 63.3 എന്ന് പറയുന്നത്. ദെൻ പ്രോസസ് 3 to 1 എന്ന് പറയുന്നത് എന്താണ്? PV റൈസ് ടു N ഈസിക്കൽ ടു കോൺസ്റ്റന്റ് പോളിട്രോപിക് പ്രോസസ് ആണ്. പോളിട്രോപിക് പ്രോസസ്സിലുള്ള വർക്കിന്റെ ഇക്വേഷൻ എന്താണെന്ന് അറിയാമോ? വർക്ക് ഈസിക്കൽ ടു എന്താണ്? P1 V1 മൈനസ് P2 V2 ഡിവൈഡഡ് ബൈ 1 മൈനസ് N ആണ്. ഓക്കെ, ജനറൽ ഇക്വേഷൻ. ഇവിടെ നമ്മുടെ പ്രോസസ് എന്ന് പറയുന്നത് എന്താണ്? 3 to 1 ആണ്. 3 to 1. സോ നമ്മുടെ ഇക്വേഷൻ എന്ത് വരും? P2 V2 മൈനസ് P1 V1 ഡിവൈഡഡ് ബൈ 1 മൈനസ് N എന്നുള്ള രീതിയിലാണ് ഇക്വേഷൻ വരുന്നത്. സോ ഇവിടെ 3 to 1 ആണ് പ്രോസസ് വരുന്നത്. സോ വർക്കിന്റെ ഇക്വേഷൻ എന്ത് വരും? വർക്ക് ഇൻ ദി പ്രോസസ് 3 to 1 ഈസിക്കൽ ടു P1 V1 ഫൈനൽ പ്രഷർ ഇൻറ്റു ഫൈനൽ ടെമ്പറേച്ചർ മൈനസ് P3 V3 ഇനീഷ്യൽ പ്രഷർ ഇൻറ്റു ഇനീഷ്യൽ വോളിയം ഡിവൈഡഡ് ബൈ 1 മൈനസ് N ആയിരിക്കും. ഓക്കെ, സോ അതാണ് ഈ ഇക്വേഷൻ വരുന്നത്. W1 3 to 1 ഈസിക്കൽ ടു 1 ബൈ 1 മൈനസ് N ഇൻറ്റു P1 V1 മൈനസ് P3 V3. ഓക്കെ, N-ന്റെ വാല്യൂ തന്നിട്ടുണ്ട്. P1 V1ന്റെ വാല്യൂ അറിയാം, P2 V2ന്റെ വാല്യൂ അറിയാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, കണ്ടുപിടിക്കുക. W ഈസിക്കൽ ടു നമുക്ക് എന്ത് കിട്ടും? 76.2 കിലോ ജൂൾസ് പെർ കിലോഗ്രാം എന്ന് കിട്ടും. നമുക്ക് Q ആ കണ്ടുപിടിക്കേണ്ടത്. Q കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? W-യുടെ വാല്യൂ കണ്ടുപിടിച്ചത്. ഈ Q ഈസിക്കൽ എന്താണ്? CV ഇൻറ്റു T1 മൈനസ് T3 പ്ലസ് W ആണ്. എല്ലാ പ്രോസസ്സിനും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഇക്വേഷൻ ആണ്. Q ഈസിക്കൽ ടു അല്ലെങ്കിൽ ഡെൽറ്റ Q ഈസിക്കൽ ടു ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി പ്ലസ് W ആണ്. ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CV ഇൻറ്റു T3 ഫൈനൽ ടെമ്പറേച്ചർ മൈനസ് ഇനീഷ്യൽ ടെമ്പറേച്ചർ ആണ്. ഓക്കെ, സോ Q3 to 1 ഇക്വേഷൻ ഇതാണ്. ഇക്വേഷനിലെ എല്ലാ വാല്യൂസും അറിയാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, നമുക്ക് Q3 to 1 വാല്യൂ കിട്ടും. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ സിയുടെ വാല്യൂ 0.7472 ടെമ്പറേച്ചർ ഡിഫറൻസ്. T1 എന്ന് പറയുന്നത് 313 ആണ്. T3 എന്ന് പറയുന്നത് 398 ആണ്. പ്ലസ് എന്താണ്? 76. W-യുടെ വാല്യൂ 76 ആണ്. ചെയ്യുമ്പോൾ നമുക്ക് Q3 to 1 വാല്യൂ കിട്ടും 12.9 കിലോ ജൂൾസ് പെർ കിലോഗ്രാം എന്ന് കിട്ടും.
12.9 കിലോ ജൂൾസ് പെർ കിലോഗ്രാം. ഓക്കെ, കുഴപ്പമില്ലല്ലോ. സോ ഇതാണെന്ത് Q3-1 എന്ന് പറയുന്നത്. സോ നമ്മൾ അതും കണ്ടുപിടിച്ചു. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഹീറ്റ് ഇൻ ആൻഡ് ഹീറ്റ് ഔട്ട് കണ്ടുപിടിച്ചു. നെറ്റ് വർക്ക് കണ്ടുപിടിക്കാൻ ചോദിച്ചേക്കാണ്. നെറ്റ് വർക്ക്. സോ നെറ്റ് വർക്ക് എന്ന് പറയുന്നത് Q is equal to 76.2 kilojoules per kilogram എന്ന് കിട്ടും. ഓക്കെ, സോ ഹീറ്റ് ഇൻ Q in is equal to 76.2 kilojoules per kilogram ആണ്. Q out എന്ന് പറയുന്നത് 1 to 2 പ്രോസസ്സിലുള്ളതാണ്, -67 kilojoules per kilogram ആണ്. ഓക്കെ, Q in അതിനെ കണ്ടുപിടിച്ച 2 to 3-ലും 3 to 1-ലാണ് ഹീറ്റ് എന്ത് ചെയ്യുന്നത്? സിസ്റ്റം അബ്സോർബ് ചെയ്യുന്നത്. സോ 2 to 3-ലുള്ള ഹീറ്റ് ഇൻ അല്ലെങ്കിൽ ഹീറ്റ് അബ്സോർബ്ഡ് ഈസ് ഈക്വൽ ടു 63.3 ആണ്. 3 to 1-ലുള്ളത് 12.9 ആണ്. സോ രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? QI കിട്ടും. എത്രയാണ്? 76.2 kilojoules per kilogram. Q ഔട്ട് എന്ന് പറയുന്നത് ഹീറ്റ് പുറത്തേക്ക് പോകുന്നത് 1 to 2 എന്ന് പറയുന്ന പ്രോസസ്സിലാണ്, കംപ്രഷൻ പ്രോസസ്സിലാണ് നടക്കുന്നത്. അത് എത്രയാണ്? -67 kilojoules per kilogram ആണ്. തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? നെറ്റ് വർക്കിന്റെ വാല്യൂ എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. നെറ്റ് വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? 1 to 2-ലുള്ള വർക്ക് പ്ലസ് 2 to 3-ലുള്ള വർക്ക് പ്ലസ് 3 to 1-ലുള്ള വർക്കാണ്. 3 പ്രോസസ്സിലുള്ള വർക്കാണ്. സോ 1 to 2-ലുള്ള വർക്ക് എന്ന് പറയുന്നത് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് -67 ആണ് അല്ലേ? ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് തന്നിട്ടുണ്ട്. 2 to 3 എന്ന് പറയുന്നത് എന്താണ്? കോൺസ്റ്റന്റ് വോളിയം പ്രോസസ് ആണ് അല്ലേ? കോൺസ്റ്റന്റ് വോളിയം പ്രോസസ് ആണ്. കോൺസ്റ്റന്റ് വോളിയം പ്രോസസ്സിൽ വർക്കിന്റെ വാല്യൂ 0 ആണ്. കാരണം എന്താണ്? കോൺസ്റ്റന്റ് വോളിയം പ്രോസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വോളിയം കോൺസ്റ്റന്റ് ആണ്. വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? P∆V ആണ്. ∆V 0 ആയി കഴിഞ്ഞാൽ എന്താവും? P∆V എന്തായി പോവും? 0 ആയി പോവും. സോ 0 ആണ്. ദെൻ 3 to 1-ലെ ഡബ്ല്യൂന്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. എത്രയാണ്? 76 ആണ് അല്ലേ? 76 kilojoules per kilogram ആണ്. സോ അത് നമ്മൾ എന്ത് ചെയ്യണം? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സോ നെറ്റ് വർക്ക് ഡണ്ടെ വാല്യൂ നമുക്ക് കിട്ടി 9.2 kilojoules per kilogram ആണ്. സോ ഇത്രയാണ് ആ ക്വസ്റ്റ്യനിലുള്ളത്. അല്പം ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണത് അല്ലേ? essay ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് 14 മാർക്കിന് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. സോ ഈ ഒരു ക്വസ്റ്റ്യൻ പഠിച്ചു കഴിഞ്ഞാൽ കുറേ കോൺസെപ്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൻസർ ചെയ്യാൻ പറ്റും. വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സ്കിപ്പ് ചെയ്യരുത്, നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം, അല്പം ലെങ്തി ആണെങ്കിലും. ഇത്രയാണ് ആ ക്വസ്റ്റ്യനിൽ വരുന്നത്. നൗ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. Explain the first law of thermodynamics as referred to closed systems undergoing a cyclic change. ഒരു ക്ലോസ്ഡ് സിസ്റ്റം, അതിനകത്ത് ഒരു സൈക്ലിക് പ്രോസസ്സ് നടക്കുകയാണ്. അവിടെയുള്ള ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്താണ്? ഓക്കെ, ഒരു ക്ലോസ്ഡ് സിസ്റ്റത്തിൽ സൈക്ലിക് പ്രോസസ്സ് നടക്കുമ്പോഴുള്ള ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിന്റെ ഇക്വേഷൻ ഏതാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിന്റെ ജനറൽ ഇക്വേഷൻ ആണെന്ത്? ΔU is equal to Q minus W. അല്ലെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞ ഇക്വേഷൻ എഴുതിയാലും മതി. എന്താണ്? ΔQ is equal to ΔU plus P∆V, അല്ലെങ്കിൽ ΔQ is equal to ΔU plus W, ഇങ്ങനെയൊക്കെ പറയാം. ഇതൊക്കെ ഫസ്റ്റ് ലോ ആണ്. ഇതെന്താണ്? ഫസ്റ്റ് ലോ അപ്ലൈ ടു എ പ്രോസസ് ആണ്. ഓക്കെ, ഫസ്റ്റ് ലോ എന്ന് പറയുന്നത് അതിന്റെ ഡെഫിനിഷൻ എന്താണ്? ഇതിന്റെ മറ്റൊരു പേരാണ് ലോ ഓഫ് എനർജി കൺസർവേഷൻ. ലോ ഓഫ് എനർജി കൺസർവേഷൻ. ഇത് പറയുന്നത് എന്താണ്? ഇത് പറയുന്നത് ടോട്ടൽ എനർജി ഓഫ് എ ക്ലോസ്ഡ് സിസ്റ്റം റിമെയിൻസ് കോൺസ്റ്റന്റ്. ഒരു സിസ്റ്റത്തിന്റെ ടോട്ടൽ എനർജി എപ്പോഴും എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും, അത് മാറൂല എന്നുള്ളതാണ്. ഓക്കെ, മാത്തമാറ്റിക്കൽ ഇക്വേഷൻ ആണ്. ΔQ is equal to ΔU plus P∆V. ഇത് ജനറൽ ഇക്വേഷൻ ആണ്. ഇത് നമ്മൾ പ്രോസസ്സിന് അപ്ലൈ ചെയ്യുന്ന ഇക്വേഷൻ ആണ്. ഇനി ഒരു ക്ലോസ്ഡ് സിസ്റ്റം, അതിന് സൈക്ലിക് ചേഞ്ച് ഉണ്ടാവാന്ന് വിചാരിക്കാം. സൈക്ലിക് ചേഞ്ച് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അതിന്റെ ഇനീഷ്യൽ കണ്ടീഷൻ ഏതാണോ അത് തന്നെയായിരിക്കും അതിന്റെ ഫൈനൽ കണ്ടീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനീഷ്യൽ കണ്ടീഷൻ ഏതാണോ അത് തന്നെയായിരിക്കും അതിന്റെ ഫൈനൽ കണ്ടീഷൻ എന്ന് പറയുന്നത്. അതായത് അതിന്റെ ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി എന്തായിരിക്കും? 0 ആയിരിക്കും. ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി എന്തായിരിക്കും? 0 ആയിരിക്കും. സോ when a gas undergoes a cyclic process, നമുക്ക് ഫസ്റ്റ് ലോ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ΔQ is equal to ΔP∆V എന്ന് എഴുതാൻ പറ്റും. അല്ലെങ്കിൽ സൈക്ലിക് ഇന്റഗ്രൽ ഓഫ് Q ഈക്വൽ ടു സൈക്ലിക് ഇന്റഗ്രൽ ഓഫ് W എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, സൈക്ലിക് ഇന്റഗ്രൽ ഓഫ് Q is equal to സൈക്ലിക് ഇന്റഗ്രൽ ഓഫ് W എന്ന് എഴുതാൻ പറ്റും. ഇതാണ് ഫസ്റ്റ് ലോ അപ്ലൈ ടു സൈക്ലിക് പ്രോസസ് എന്ന് പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് ലോ അപ്ലൈ ടു സൈക്ലിക് പ്രോസസ്. 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. സോ ജസ്റ്റ് ഒന്ന് പറയാം, 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇതിന്റെ അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഒരു പ്രോബ്ലം ആണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലം ആണ്. സ്റ്റഡി ഫ്ലോ എനർജി ഇക്വേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്. നോക്കാം.
എ കംപ്രസർ റിസീവ്സ് കാർബൺ ഡയോക്സൈഡ് ഗ്യാസ് അറ്റ് 140 കിലോ പാസ്കൽ. ഒരു കംപ്രസർ അതിൽ 140 കിലോ പാസ്കൽ പ്രഷറിൽ ആ കംപ്രസറിലേക്ക് കാർബൺ ഡയോക്സൈഡ് ഗ്യാസ് വരുവാണ്. ഒരു കംപ്രസറിലേക്ക് 140 കിലോ പാസ്കൽ പ്രഷറിൽ കാർബൺ ഡയോക്സൈഡ് ഗ്യാസ് വരുവാണ്. വിത്ത് സ്പെസിഫിക് വോളിയം ഓഫ് 0.37 കിലോഗ്രാം മീറ്റർ ക്യൂബ് പെർ കിലോഗ്രാം. സ്പെസിഫിക് വോളിയം തന്നേക്കുവാണ്. സ്പെസിഫിക് വോളിയം ഞാനതിന് ന്യൂ 1 എഴുതും കേട്ടോ, കാരണം നമുക്ക് വെലോസിറ്റി ഒക്കെ വരുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ ന്യൂ 1 എഴുതുവാണ്. ആക്ച്വലി സ്പെസിഫിക് വോളിയത്തിന് നമ്മൾ സ്മോൾ ലെറ്റർ വി എന്ന് എഴുതുന്നുണ്ട് കേട്ടോ. സോ ന്യൂ 1 ഈസ് ഈക്വൽ ടു 3.37 മീറ്റർ ക്യൂബ് പെർ കിലോഗ്രാം. മീറ്റർ ക്യൂബ് പെർ കിലോഗ്രാം തന്നിട്ടുണ്ട്. സോ ഒരു കാർബൺ ഡയോക്സൈഡ് ഗ്യാസ് അതിന്റെ പ്രഷർ തന്നിട്ടുണ്ട്, അതിന്റെ സ്പെസിഫിക് വോളിയം തന്നിട്ടുണ്ട്, അത് നമ്മൾ കംപ്രസ് ചെയ്യാണ്. ആൻഡ് കംപ്രസസ് ഇറ്റ് ഇൻ ടു എ ടെമ്പറേച്ചർ ഓഫ് 325 കെൽവിൻ. ഈ കാർബൺ ഡയോക്സൈഡ് ഗ്യാസിന് ഏത് ടെമ്പറേച്ചറിലേക്കാണ് കംപ്രസ് ചെയ്യുന്നത്? 325, അതായത് T2ന്റെ വാല്യൂ തന്നേക്കാണ് 325 കെൽവിൻ. 325 കെൽവിൻ എന്ന് പറഞ്ഞേക്കാണ്. 325 കെൽവിൻ. ദി വർക്ക് പെർ യൂണിറ്റ് മാസ് ഫോർ കംപ്രഷൻ ഈസ് 80 കിലോ ജൂൾസ് പെർ കിലോഗ്രാം. ഒരു മാസ് യൂണിറ്റ് മാസ് നമ്മുടെ കാർബൺ ഡയോക്സൈഡിനെ കംപ്രസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വർക്ക് ഡബ്ല്യുവിന്റെ വാല്യൂ തന്നേക്കുവാണ് 80 കിലോ ജൂൾസ് പെർ കിലോഗ്രാം. 80 കിലോ ജൂൾസ് പെർ കിലോഗ്രാം ആണ്. ഓക്കെ. ദി ഗ്യാസ് എൻറ്റേഴ്സ് ത്രൂ എ 15 സെന്റിമീറ്റർ ഡയമീറ്റർ ലൈൻ. ഈ ഗ്യാസ് നമ്മുടെ കംപ്രസറിന്റെ ഇൻലെറ്റിലേക്ക് വരുന്നത് 15 സെന്റിമീറ്റർ ഡയമീറ്റർ ഉള്ള ഒരു പൈപ്പിൽ കൂടെയാണ്. വിത്ത് എ വെലോസിറ്റി ഓഫ് 10 മീറ്റർ പെർ സെക്കൻഡ്. ആ ലൈനിൽ കൂടെ പോകുമ്പോൾ ഉള്ള അതിന്റെ വെലോസിറ്റി എന്നേക്കുവാണ് 10 മീറ്റർ പെർ സെക്കൻഡ്. ആൻഡ് ലീവ്സ് വിത്ത് എ വെലോസിറ്റി ഓഫ് 25 മീറ്റർ പെർ സെക്കൻഡ്. ഈ ഗ്യാസ് നമ്മുടെ കംപ്രസറിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന വെലോസിറ്റി എന്നേക്കുവാണ് എന്താണ്? 25 മീറ്റർ പെർ സെക്കൻഡ്. ഡിറ്റർമൈൻ ദി ഹീറ്റ് ട്രാൻസ്ഫർ ഇൻ കിലോ വാട്ട്. ഹീറ്റ് ട്രാൻസ്ഫർ ക്യൂവിന്റെ വാല്യൂ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ. ദെൻ ടേക്ക് CP ഓഫ് കാർബൺ ഡയോക്സൈഡ് ആസ് 0.846. കാർബൺ ഡയോക്സൈഡിലെ CPയുടെ വാല്യൂ, കാർബൺ ഡയോക്സൈഡിന്റെ CPയുടെ വാല്യൂ, സ്പെസിഫിക് ഹീറ്റ് വാല്യൂ അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ, അതിന്റെ വാല്യൂ 0.846 കിലോ ജൂൾസ് പെർ കിലോഗ്രാം എന്നെടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. സോ എങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യാന്ന് നോക്കാം. നമുക്ക് ക്യൂവിന്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. ക്യൂ. സോ ഇത് സ്പെസിഫിക് സ്റ്റഡി ഫ്ലോ എനർജി ഇക്വേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. കംപ്രസർ ആണ് നമ്മുടെ ഡിവൈസ് എന്ന് പറയുന്നത്. സോ അതിന്റെ ആപ്ലിക്കേഷൻ, സ്റ്റഡി ഫ്ലോ എനർജി ഇക്വേഷന്റെ ആപ്ലിക്കേഷൻ എന്ന് സിലബസിൽ പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. സോ ആ പോർഷനിൽ നിന്ന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് തന്നിരിക്കുന്ന വാല്യൂസ് ആണ് തന്നിരിക്കുന്നത്. പ്രഷർ തന്നിട്ടുണ്ട്, സ്പെസിഫിക് വോളിയം തന്നിട്ടുണ്ട്, ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്, ഇൻലെറ്റ് ഡയമീറ്റർ, വെലോസിറ്റി, V2, അതുപോലെ വർക്ക് തന്നിട്ടുണ്ട്. ഇത്രയും വാല്യൂസ് തന്നിട്ടുണ്ട്. ഓക്കെ. സ്റ്റഡി ഫ്ലോ എനർജി ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? H1 സ്പെസിഫിക് എൻതാൽപ്പി പ്ലസ് V1²/2 പ്ലസ് GZ1 പ്ലസ് ഹീറ്റ് സപ്ലൈഡ് വിൽ ബി ഈക്വൽ ടു H2 പ്ലസ് V2²/2 പ്ലസ് GZ2 പ്ലസ് W ആണ്. ഇതാണ് എന്ത്? സ്പെസിഫിക് സ്റ്റഡി ഫ്ലോ എനർജി ഇക്വേഷൻ. സ്റ്റഡി ഫ്ലോ എനർജി ഇക്വേഷൻ. ഇതിന്റെ ഡെറിവേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, പ്രോബ്ലം ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ. നൗ ശ്രദ്ധിക്കണം, ഇതിൽ നിന്ന് ക്യൂവിന്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ക്യൂവിന്റെ വാല്യൂ ഹീറ്റ് സപ്ലൈഡ് വിൽ ബി ഈക്വൽ ടു, ഇതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാം? അതിന്റെ ഇക്വേഷൻ എഴുതുക. H2 മൈനസ് H1 പ്ലസ് V1 മൈനസ് V2 മൈനസ് V2² മൈനസ് V1²/2 പ്ലസ് G ഇൻറ്റു Z2 മൈനസ് Z1 പ്ലസ് W. ഓക്കെ. ഇനി നമ്മൾ H2 മൈനസ് H2ന്റെ വാല്യൂ കാണാൻ പോവാണ്. H2 മൈനസ് H1. അതിന്റെ ഇക്വേഷൻ എന്താ? CP ഇൻറ്റു T2 മൈനസ് T1 ആണ്. CP ഇൻറ്റു T2 മൈനസ് T1. സോ CPയുടെ വാല്യൂ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. എത്രയാണ് CPയുടെ വാല്യൂ? 0.846 കിലോ ജൂൾസ് പെർ കിലോഗ്രാം കെൽവിൻ ആണ്. കിലോ ജൂൾസ് പെർ കിലോഗ്രാം കെൽവിൻ. നമുക്കിവിടെ വെലോസിറ്റി മീറ്ററിലാണ് തന്നേക്കണേ. സോ കിലോ ജൂൾസ് നമ്മൾ എന്ത് ചെയ്യുക? ജൂൾസിലേക്ക് മാറ്റുക. സോ ഒരു 1000 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പം എന്ത് വരും? 846 ജൂൾസ് പെർ കിലോഗ്രാം കെൽവിൻ എന്ന് വരും. ഓക്കെ. 846 ജൂൾസ് പെർ കിലോഗ്രാം കെൽവിൻ എന്ന് വരും. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ 846 ഇൻറ്റു T2 മൈനസ് T1, രണ്ട് ടെമ്പറേച്ചർ. T2ന്റെ വാല്യൂ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എത്രയാണ്? 325 കെൽവിൻ.
അല്ലേ? സോ 325. T1ന്റെ വാല്യൂ നമുക്ക് അറിയില്ല, അതായത് കംപ്രസറിന്റെ ഇൻലെറ്റിലേക്ക് വരുന്ന ടെമ്പറേച്ചറിന്റെ വാല്യൂ നമുക്ക് എത്രയാണെന്ന് അറിയത്തില്ല. സോ T1ന്റെ വാല്യൂ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? അതാണ് P1V1/R. എങ്ങനെയൊന്ന് നമുക്കറിയാം, PV = എന്താണ്? MRT ആണ്. നമ്മൾ 1 കിലോഗ്രാം സബ്സ്റ്റൻസ് എടുക്കുന്നത്, 1 കിലോഗ്രാം. സോ PV = RT ആണ്. ദെൻ ടെമ്പറേച്ചർ PV/R എന്ന് വരും, PV/R. സോ പ്രഷറിന്റെയും വോളിയത്തിന്റെയും വാല്യൂ നമുക്ക് അറിയാം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. സ്പെസിഫിക് വോളിയത്തിന്റെ വാല്യൂ അറിയാം, പ്രഷറിന്റെ വോളിയം അറിയാം, പ്രഷറിന്റെ വാല്യൂ അറിയാം. സോ T1 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? P1V1/R എന്ന് എഴുതാൻ പറ്റും, P1V1/R. സോ P1ന്റെ വാല്യൂ എത്രയാണ്? 14,000 ആണ്. ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. P1 140 കിലോ പാസ്കൽ ആണ്. സോ നമ്മൾ 1000 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു, പാസ്കലിലേക്ക് ആക്കുന്നു. V1 എന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കുന്നുണ്ട് സ്പെസിഫിക് വോളിയം ആയിട്ട് എടുക്കുന്നത് 0.37. ദെൻ ആറിന്റെ വാല്യൂ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. R എന്ന് പറയുന്നത് ക്യാരക്ടറിസ്റ്റിക് ഗ്യാസ് കോൺസ്റ്റന്റ് ആണ്. ക്യാരക്ടറിസ്റ്റിക് ഗ്യാസ് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റിനെ നമ്മൾ എന്ത് ചെയ്തോളണം? മോളിക്കുലാർ മാസ് വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ ആണ്. സോ നമ്മൾ ചെയ്യുമ്പോൾ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് 8314 ആണ്. ദെൻ മോളിക്കുലാർ മാസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 44 ആണ്. മോളിക്കുലാർ മാസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് 44 ആണ്. എങ്ങനെ കിട്ടിയ? കാർബണിന്റെ എത്രയാണ്? 12 പ്ലസ് ഓക്സിജൻ എത്രയാണ്? 2 ഓക്സിജൻ ഉണ്ട്. ഒരു ഓക്സിജന്റെ 16 പ്ലസ് 16 32. 12 പ്ലസ് 32 എത്ര വരും? 44 വരും. ഇതാണ് കാർബൺ ഡൈ ഓക്സൈഡിന്റെ മോളിക്കുലാർ മാസ് എന്ന് പറയുന്നത്. സോ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ക്യാരക്ടറിസ്റ്റിക് ഗ്യാസ് കോൺസ്റ്റന്റ് വാല്യൂ കിട്ടും. അതിന്റെ വാല്യൂ 188.955 എന്ന് കിട്ടും. ഓക്കെ, സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് T1ന്റെ വാല്യൂ കിട്ടും. T1 274.14 കെൽവിൻ എന്ന് കിട്ടും T1ന്റെ വാല്യൂ. ഈ T1ന്റെ വാല്യൂ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 274.14 ചെയ്യുമ്പോൾ നമുക്ക് H2 - H1ന്റെ വാല്യൂ കിട്ടും. സോ എന്തുകൊണ്ടാണ് T1ന്റെ വാല്യൂ കണ്ടുപിടിച്ചത് മനസ്സിലായില്ല? എന്തുകൊണ്ടാണ്? നമുക്കറിയാം എൻതാൽപ്പി ഡിഫറൻസ് CP × T2 - T1 ആണ്. ചേഞ്ച് ഇൻ എൻതാൽപ്പി CP × T2 - T1 ആണ്. സോ ഇതിൽ T2ന്റെ വാല്യൂ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, T1ന്റെ വാല്യൂ തന്നിട്ടില്ല. T1ന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു? P1V1/R എന്ന് പറയുന്ന റിലേഷൻ യൂസ് ചെയ്തു. സോ നമുക്ക് ചേഞ്ച് ഇൻ എൻതാൽപ്പി =43027.56 ജൂൾസ് പെർ കിലോഗ്രാം എന്ന് കിട്ടും. ഓക്കെ, 43027 ജൂൾസ് പെർ കിലോഗ്രാം അത് കിട്ടി. ഇനി നമുക്ക് അടുത്ത ടൈം ഏതാ? V2 - V2² - V1²/2ന്റെ വാല്യൂ കണ്ടുപിടിക്കണം. അത് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? രണ്ടിന്റെയും വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. V2ന്റെ വാല്യൂ 25 തന്നിട്ടുണ്ട്, V1ന്റെ വാല്യൂ 10 തന്നിട്ടുണ്ട്. സോ 25 സ്ക്വയർ മൈനസ് 10 സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 262.5 ജൂൾസ് പെർ കിലോഗ്രാം എന്ന് കിട്ടും. 262.5 ജൂൾസ് പെർ കിലോഗ്രാം. G × Z2 - Z1 നമുക്ക് ഈ എലവേഷൻ ഡിഫറൻസ് തന്നിട്ടില്ല അല്ലെ? ഇൻലെറ്റും ഔട്ട്ലെറ്റും തമ്മിലുള്ള ഹൈറ്റ് ഡിഫറൻസ് ക്വസ്റ്റ്യനിൽ പ്രത്യേകം പറഞ്ഞിട്ടില്ല. സോ അങ്ങനെയുള്ള കേസിൽ നമുക്ക് 0 ആക്കി എടുക്കാം. കംപ്രസറിന്റെ കേസിൽ ഇത് എന്തായിരിക്കും? 0 ആയിരിക്കും. സോ Z2 - Z1 0 ആയതുകൊണ്ട് G × Z2 - Z1 എന്ന് പറയുന്നത് കംപ്ലീറ്റ് ടൈം എന്തായിരിക്കും? 0 ആയിരിക്കും. സോ ഈ ക്വസ്റ്റ്യനിലേക്ക് നോക്കിയേ. ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് ഏതൊക്കെ വാല്യൂസ് കിട്ടി നോക്കിയേ? H2 - H2ന്റെ വാല്യൂ കിട്ടി, V2² - V1²/2ന്റെ വാല്യൂ കിട്ടി, G × Z2 - Z1ന്റെ വാല്യൂ 0 ആണ്. W-ന്റെ വാല്യൂ ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് Qന്റെ വാല്യൂ കിട്ടും. Q -36.71 കിലോ ജൂൾസ് പെർ കിലോഗ്രാം എന്ന് കിട്ടും. ചെയ്ത് നോക്കുക നിങ്ങൾ കേട്ടോ. -36.71 കിലോ ജൂൾസ് പെർ കിലോഗ്രാം ചെയ്യുമ്പോൾ നമുക്ക് ജൂൾസിലെ കിട്ടുക. അതിനെ കിലോ ജൂൾസിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ -36.71 കിലോ ജൂൾസ് പെർ കിലോഗ്രാം എന്ന് കിട്ടും. ഇത് പെർ കിലോഗ്രാം, അതായത് 1 കിലോഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ കേസിലുള്ള ഹീറ്റ് ട്രാൻസ്ഫറിന്റെ ഇക്വേഷൻ ആണ്. ഹീറ്റ് ട്രാൻസ്ഫറിന്റെ വാല്യൂ ആണ്. നമുക്ക് മൊത്തം എന്തുമാത്രം ഹീറ്റ് ട്രാൻസ്ഫർ ഉണ്ട് അല്ലെങ്കിൽ ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്തോളണം? ഫസ്റ്റ് എന്ത് ചെയ്തോളണം? മാസ് ഫ്ലോ റേറ്റ് കണ്ടുപിടിക്കണം. മാസ് ഫ്ലോ റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? മാസ് ഫ്ലോ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ρ × A × V ആണ് അല്ലേ? ρ × A × V ആണ്. ഇനി ശ്രദ്ധിച്ചോളണം കേട്ടോ. ρ × A × V ആണ്. അല്ലെങ്കിൽ ഏരിയ × വെലോസിറ്റി ഡിവൈഡഡ് ബൈ 1/ρ ആണ്. 1/ρ. ഈ 1/ρ എന്ന് വിളിക്കുന്ന പേരാണ് എന്ത്? സ്പെസിഫിക് വോളിയം. എന്തുകൊണ്ടാ? ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? മാസ് ബൈ വോളിയം ആണ്. സ്പെസിഫിക് വോളിയം എന്ന് പറഞ്ഞാൽ എന്താണ്?
വോളിയം ബൈ മാസ് ആണ് അല്ലേ. സോ 1/ρ the reciprocal of the density is known as what? Specific volume. സോ ഈ 1/ρ ക്ക് വരെ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? സ്പെസിഫിക് വോളിയം എന്ന് എഴുതാൻ പറ്റും. AB ഡിവൈഡഡ് ബൈ സ്പെസിഫിക് വോളിയം എന്ന് എഴുതാൻ പറ്റും. സോ മാസ് ഫ്ലോ റേറ്റ് കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? A1 V1 A1ന്റെ V1ന്റെ വാല്യൂ അറിയാം. A1ന്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെയാ? π/4 ഇൻറ്റു D1 സ്ക്വയർ ആ. π/4 ഇൻറ്റു D1 സ്ക്വയർ. ഡയമീറ്ററിന്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. കംപ്രസറിന്റെ ഇൻലെറ്റിലേക്ക് വരുന്ന ലൈനിന്റെ ഡയമീറ്ററിന്റെ വാല്യൂ തന്നിട്ടുണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. A1 ഇൻറ്റു V1 ഡിവൈഡഡ് ബൈ സ്പെസിഫിക് വോളിയത്തിന്റെ വാല്യൂ തന്നിട്ടുണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? മാസ് ഫ്ലോ റേറ്റ് കിട്ടും 0.4776 കിലോ ജൂൾസ് പെർ കിലോഗ്രാം എന്ന് കിട്ടും. ദെൻ ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് ക്യൂവിന്റെ വാല്യൂ എന്താണ്? മാസ് ഫ്ലോ റേറ്റ് ഇൻറ്റു ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് പെർ കിലോഗ്രാം പെർ മാസ് ഫ്ലോ റേറ്റ് ഓഫ് ദി കാർബൺ ഡൈ ഓക്സൈഡ്. സോ മാസ് ഫ്ലോ റേറ്റിന്റെ വാല്യൂ 0.4776 ആണ്. ഇൻറ്റു നമുക്ക് സ്മോൾ ക്യൂവിന്റെ വാല്യൂ അറിയാം -36.71. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 17.53 കിലോ വാട്ട് എന്ന് കിട്ടും. 17.53 കിലോ വാട്ട്. ഓക്കെ. സോ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 13 മാർക്ക് കിട്ടും. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 9 മാർക്ക് കിട്ടും. ഇത്രയും ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ദെൻ ഇതും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാലൻസ് 1 മാർക്ക് കൂടി കിട്ടും. സോ -17.53 കിലോ വാട്ട് ആണ് ഈ കേസിലുള്ള ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റിന്റെ ഇക്വേഷൻ. കുഴപ്പമില്ലല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ ദി വർക്ക് ഡൺ ഇൻ അഡയാബാറ്റിക് പ്രോസസ്. അഡയാബാറ്റിക് പ്രോസസ്സിലെ വർക്ക് ഡണിന്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യുക എന്നുള്ളതാണ്. സോ ഈ ഡെറിവേഷൻ ഒക്കെ സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. ഓക്കെ, എങ്ങനെയാന്ന് നോക്കാം. സോ വർക്ക് ഡൺ അതിന്റെ ജനറൽ എക്സ്പ്രഷൻ ആണ് P ഡെൽറ്റ വി ഈ P ഇൻറ്റു dV. സപ്പോസ് ഒരു പ്രോസസ് അഡയാബാറ്റിക് പ്രോസസ് എടുക്കുവാണ്. ആ സമയത്ത് അതിന്റെ വോളിയം V1 to V2 ചേഞ്ച് ചെയ്യാണ്. ദെൻ ആ പ്രോസസ്സിലെ വർക്കിന്റെ ഇക്വേഷൻ ആണ് W = എന്താണ്? ഇന്റഗ്രേഷൻ ഓഫ് V1 to V2 P ഡെൽറ്റ വി. ഓക്കെ, P ഡെൽറ്റ വി. ഇനി നമുക്കറിയാം ഫോർ അഡയാബാറ്റിക് പ്രോസസ് PV റൈസ് ടു ഗാമ = എന്താണ്? കോൺസ്റ്റന്റ് ആ. PV റൈസ് ടു ഗാമ = കോൺസ്റ്റന്റ് C അല്ലേ. നമ്മൾ ഈ പ്രഷറിനെ റീപ്ലേസ് ചെയ്യാണ്. അതായത് നമുക്കറിയാം PV റൈസ് ടു ഗാമ = കോൺസ്റ്റന്റ് ആണ്. പ്രഷർ = കോൺസ്റ്റന്റ് ഡിവൈഡഡ് ബൈ V റൈസ് ടു ഗാമ എന്ന് വരും. ഓക്കെ, സോ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു ഈ ക്വസ്റ്റനിലേക്ക്. പ്രഷറിന്റെ വാല്യൂയുടെ സ്ഥാനത്ത് കോൺസ്റ്റന്റ് ഡിവൈഡഡ് ബൈ V റൈസ് ടു ഗാമ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ W = നമുക്ക് എന്ത് കിട്ടും? ഇന്റഗ്രേഷൻ V1 to V2 കോൺസ്റ്റന്റ് ഡിവൈഡഡ് ബൈ V റൈസ് ടു ഗാമ ഇൻറ്റു dV എന്ന് കിട്ടും. വേറെ മാറ്റമൊന്നുമില്ല. dV അങ്ങനെ തന്നെ ഇട്ടു, ഇന്റഗ്രേഷൻ V1 to V2 അങ്ങനെ ഇട്ടു. പ്രഷറിന്റെ സ്ഥാനത്ത് നമ്മൾ എന്ത് ചെയ്തു? കോൺസ്റ്റന്റ് ഡിവൈഡഡ് ബൈ V റൈസ് ടു ഗാമ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് W = ഈ ഇക്വേഷൻ കിട്ടും. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്? ഇതിനെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യാണ് V1 to V2. സോ കോൺസ്റ്റന്റ് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് നമ്മൾ എന്ത് ചെയ്തു? ഇന്റഗ്രേഷന്റെ പുറത്തേക്ക് എടുത്തു. സോ ഇന്റഗ്രേഷൻ V1 to V2 dV by V റൈസ് ടു ഗാമ എന്ന് കിട്ടി. ഓക്കെ, സോ dV by V റൈസ് ടു ഗാമ ഇന്റഗ്രേഷൻ ഓഫ് x റൈസ് ടു n എന്ന് പറയുന്നത് എന്താണ്? x റൈസ് ടു n+1 ഡിവൈഡഡ് ബൈ n+1 ആണ് അല്ലേ. ഇന്റഗ്രേഷൻ ഓഫ് x റൈസ് ടു n dx അല്ലേ, ശരിയല്ലേ. ഇന്റഗ്രേഷൻ ഓഫ് 1/x റൈസ് ടു n dx എന്താ? ഇന്റഗ്രേഷൻ ഓഫ് 1/x റൈസ് ടു n dx. ഇന്റഗ്രേഷൻ ഓഫ് 1/x റൈസ് ടു n വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? x റൈസ് ടു -n എന്ന് ചെയ്യാൻ പറ്റും. സോ x റൈസ് ടു -n ഇൻറ്റു dx എന്ന് വരും. സോ -n+1 ഡിവൈഡഡ് ബൈ x റൈസ് ടു -n+1 ഡിവൈഡഡ് ബൈ -n+1 എന്ന് വരും. ശരിയല്ലേ. സോ സിമിലർലി എന്താണ്? V റൈസ് ടു ഗാമ ഇന്റഗ്രേഷൻ ഓഫ് V1 to V2 dV by V റൈസ് ടു ഗാമ. അത് നമുക്ക് തന്നെ എഴുതാൻ പറ്റും V റൈസ് ടു -ഗാമ ഇൻറ്റു dV എന്ന് എഴുതാൻ പറ്റും അല്ലേ. സെയിം തന്നെയാണോ? V റൈസ് ടു -ഗാമ ഇൻറ്റു dV. x റൈസ് ടു -x ഇൻറ്റു dx പോലെ തന്നെയാണ്. സോ ഇതിന് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ കോൺസ്റ്റന്റ് ഇൻറ്റു V റൈസ് ടു -ഗാമ+1 ഡിവൈഡഡ് ബൈ -ഗാമ+1 എന്ന് വരും. V റൈസ് ടു -ഗാമ+1 ഡിവൈഡഡ് ബൈ -ഗാമ+1. സോ ഇതിന്റെ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുക്കുകയാണ് V1 to V2. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് സപ്ലൈ ആണ്, ഇതിന്റെ അകത്തേക്ക് അപ്ലൈ ആണ്. സോ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? അപ്പർ ലിമിറ്റ് അപ്ലൈ ആണ്. സോ വിയുടെ സ്ഥാനത്ത് എന്ത് ചെയ്യുക? V2 എടുക്കുക. V2 ഇൻറ്റു -ഗാമ+1 മൈനസ് ലോവർ ലിമിറ്റ് അപ്ലൈ ചെയ്യുക
V1 ഇൻറ്റു മൈനസ് ഗാമ പ്ലസ് 1 അല്ലേ, ഡിവൈഡഡ് ബൈ എന്താണ് മൈനസ് ഗാമ പ്ലസ് 1 എന്ന് പറഞ്ഞാൽ എന്താണ് 1 മൈനസ് ഗാമയാണ്. ഒന്ന് തിരിച്ചിട്ടു, മൈനസ് അപ്പുറം പോയപ്പോൾ തിരിച്ചിട്ടു 1 മൈനസ് ഗാമ. നൗ ഇത് നമ്മളൊന്ന് മോഡിഫൈ ചെയ്ത് കഴിഞ്ഞാൽ കോൺസ്റ്റന്റ് ഇൻറ്റു V2ന്റെ ടേം നമ്മൾ രണ്ടാമത് എഴുതുന്നു, V1ന്റെ ടേം ആദ്യം എഴുതുന്നു. അതായത് ഒരു മൈനസ് വെച്ചിട്ട് മുകളിലും താഴെ മൾട്ടിപ്ലൈ ചെയ്യുന്നു, വേറെ ഒന്നുമില്ല. സോ മുകളിലും താഴെ ഒരു മൈനസ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താവും, V2 മൈനസ് ആയിക്കോളും, V1 എന്തായിക്കോളും പ്ലസ് ആയിക്കോളും. സോ V1 റേസ് ടു മൈനസ് ഗാമ പ്ലസ് 1 മൈനസ് V2 റേസ് ടു ഗാമ മൈനസ് ഗാമ പ്ലസ് 1 അങ്ങനെയാവും ന്യൂമറേറ്റർ എന്ന് പറയുന്നത്. ഡിനോമിനേറ്ററിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു മൈനസ് വെച്ച് മൾട്ടിപ്ലൈ ആണ്, എന്നാലാണ് അത് ന്യൂട്രൽ ആവുള്ളൂ. സോ ഡിനോമിനേറ്ററിൽ ഒരു മൈനസ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഗാമ മൈനസ് 1 എന്ന് വരും. കുഴപ്പമില്ലല്ലോ, വേറെ ഒന്നും ചെയ്തില്ല. നമ്മൾ അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് അപ്ലൈ ചെയ്തു, ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഒരു മൈനസ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു, നമുക്ക് ഇക്വേഷൻ കിട്ടി. ഓക്കെ, നൗ നമുക്കറിയാം, ഓക്കെ, കോൺസ്റ്റന്റ് ഇൻറ്റു V1 റേസ് ടു മൈനസ് ഗാമ പ്ലസ് 1 മൈനസ് V2 റേസ് ടു മൈനസ് ഗാമ പ്ലസ് 1 ഡിവൈഡഡ് ബൈ ഗാമ മൈനസ് 1 ആണ് അല്ലേ. ഈ കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ ഒരു റീപ്ലേസ്മെന്റ് കൊടുക്കാൻ പറ്റുക. നമുക്കറിയാം PV റേസ് ടു ഗാമ ഇസ് ഈക്വൽ ടു കോൺസ്റ്റന്റ്. അതാണ് നമ്മുടെ അഡയാബാറ്റിക് ഇക്വേഷന്റെ അഡയാബാറ്റിക് പ്രോസസ്സിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. സോ കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ PV റേസ് ടു ഗാമയാണ് അല്ലേ. അല്ലെങ്കിൽ കോൺസ്റ്റന്റ് നമുക്ക് എന്നാൻ പറ്റും, P1 V1 റേസ് ടു ഗാമ, അല്ലെങ്കിലോ P2 റേസ് ടു ഗാമ. ഇതൊക്കെ കോൺസ്റ്റന്റാ, ഇതിന്റെയൊക്കെ വാല്യൂ എപ്പോഴും സെയിം ആയിരിക്കും എന്നാണ് ഇത് മീൻ ചെയ്യുന്നത്. സോ ഈ കോൺസ്റ്റന്റിന് പകരം നമുക്ക് ഒന്നില്ലെങ്കിൽ P1 V1 റേസ് ടു ഗാമ എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് P2 V2 റേസ് ടു ഗാമ എന്ന് കൊടുക്കാം. ശരിയല്ലേ. സോ നമ്മൾ എന്ത് ചെയ്യാണ്, അതിന് കൊടുക്കാൻ പോവാണ്. അതായത് ഇവിടെ നോക്കിയേ, കോൺസ്റ്റന്റ് ഇൻറ്റു V1 റേസ് ടു മൈനസ് ഗാമ പ്ലസ് 1 മൈനസ് V2 റേസ് ടു മൈനസ് ഗാമ പ്ലസ് 1 ഡിവൈഡഡ് ബൈ ഗാമ മൈനസ് 1 അല്ലേ. ഈ കോൺസ്റ്റന്റ് ഫസ്റ്റ് അതിൻ്റെ അകത്ത് കയറ്റി മൾട്ടിപ്ലൈ ആണ്. ഇപ്പം എന്ത് വരും, കോൺസ്റ്റന്റ് ഇൻറ്റു V1 റേസ് ടു മൈനസ് ഗാമ പ്ലസ് 1 മൈനസ് കോൺസ്റ്റന്റ് ഇൻറ്റു V2 റേസ് ടു മൈനസ് ഗാമ പ്ലസ് 1 ഡിവൈഡഡ് ബൈ ഗാമ മൈനസ് 1. ഓക്കെ, ശ്രദ്ധിക്കണം കേട്ടോ, ശ്രദ്ധിക്കണം. ഇനി ഈ ഇവിടെ V1 ആയതുകൊണ്ട് ഈ കോൺസ്റ്റന്റിന് പകരം ഞാൻ P1 V1 റേസ് ടു ഗാമ എന്ന് കൊടുക്കുവാണ് അല്ലേ. ഈ കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, P1 V1 റേസ് ടു ഗാമയാണ്, അല്ലെങ്കിൽ P2 V2 റേസ് ടു ഗാമയാണ്. സോ ഇവിടെ V1 ആയതുകൊണ്ട് ഈ കോൺസ്റ്റന്റിന് പകരം നമ്മൾ P1 V1 റേസ് ടു ഗാമ എന്ന് കൊടുക്കുവാണ്. ഇൻറ്റു ഇപ്പോൾ കോൺസ്റ്റന്റ് വാല്യൂ ആയിട്ടുള്ളൂ V1 റേസ് ടു മൈനസ് ഗാമ പ്ലസ് 1 മൈനസ് ഇവിടെ V2 ആയതുകൊണ്ട് ഈ കോൺസ്റ്റന്റിന് പകരം ഞാൻ P2 V2 റേസ് ടു ഗാമ എന്ന് കൊടുക്കുവാണ്. P2 V2 റേസ് ടു ഗാമ ഇൻറ്റു V2 റേസ് ടു മൈനസ് ഗാമ പ്ലസ് 1 ഡിവൈഡഡ് ബൈ ഗാമ മൈനസ് 1. ഓക്കെ, സോ ഇതാണ് ഇവിടുത്തെ ഒരു ക്രിട്ടിക്കൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ആക്ച്വലി ഡെറിവേഷൻ എന്ന് പറയുന്നത് +2 ഫിസിക്സിലുള്ള ഡെറിവേഷൻ ആണ് കേട്ടോ. സോ ഓക്കെ, നമ്മൾ എന്ത് ചെയ്തു, ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അതായത് കോൺസ്റ്റന്റിന് പകരം P1 V1 റേസ് ടു ഗാമ എന്ന് ഇവിടെയും കൊടുത്തു, P2 V2 റേസ് ടു ഗാമ എന്നുള്ളത് ഇവിടെയും കൊടുത്തു കേട്ടോ. ഇനി നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ സോൾവ് ചെയ്യുക. നോക്കിയേ, P1 V1 റേസ് ടു ഗാമ ഇൻറ്റു V1 റേസ് ടു മൈനസ് ഗാമ പ്ലസ് 1. സോ V1 റേസ് ടു ഗാമ ഇൻറ്റു V1 റേസ് ടു മൈനസ് ഗാമ പ്ലസ് 1 എന്താവും, ഇപ്പം ഏതാ, P1 ഇൻറ്റു V1 റേസ് ടു ഗാമ ഇൻറ്റു V1 റേസ് ടു മൈനസ് ഗാമ പ്ലസ് 1. അതിന് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും, V1 റേസ് ടു ഗാമ മൈനസ് ഗാമ പ്ലസ് 1 ചെറുത് നമ്മളല്ലേ, V1 റേസ് ടു ഗാമ മൈനസ് ഗാമ പ്ലസ് 1 എന്ന് കഴിഞ്ഞാൽ നമുക്കറിയാം A റേസ് ടു എക്സ് ഇൻറ്റു A റേസ് ടു വൈ എന്ന് പറയുന്നത് എന്താണ്, A റേസ് ടു എക്സ് പ്ലസ് വൈ ആ. സോ V1 റേസ് ടു ഗാമ ഇൻറ്റു V1 റേസ് ടു മൈനസ് ഗാമ പ്ലസ് 1 എന്ന് പറയുന്നത് എന്താണ്, V1 റേസ് ടു ഗാമ പ്ലസ് മൈനസ് ഗാമ പ്ലസ് 1. പ്ലസും മൈനസ് അടുത്തെന്ന് കഴിഞ്ഞാൽ പ്ലസിന് വിലയില്ല. സോ V1 റേസ് ടു ഗാമ മൈനസ് ഗാമ പ്ലസ് 1. ഗാമയും ഗാമയും പൊക്കോളും, V റേസ് ടു 1 എന്ന് കിട്ടും. മനസ്സിലാവുണ്ടോ, V റേസ് ടു 1, V1 റേസ് ടു 1. അതുപോലെ തന്നെ അപ്പുറേ ഇവിടെ എന്ത് സംഭവിക്കും, P2 V2 റേസ് ടു ഗാമ ഇൻറ്റു V2 റേസ് ടു ഗാമ ഇൻറ്റു V2 റേസ് ടു മൈനസ് ഗാമ പ്ലസ് 1 എന്ത് വരും, V2 റേസ് ടു ഗാമ ഇൻറ്റു V2 റേസ് ടു മൈനസ് ഗാമ പ്ലസ് 1. ഈ ഗാമ മൈനസ് ഗാമ 0 ആയി പോയിക്കോളും, ബാലൻസ് എന്ത് വരും, 1 എന്ന് വരും. സോ P2 V2 റേസ് ടു 1 എന്ന് വരും. സോ ഇക്വേഷൻ എന്തായിട്ട് മാറും, P1 V1 റേസ് ടു 1 അല്ലെങ്കിൽ P1 V1
മൈനസ് P2V2 അല്ലെങ്കിൽ P2V2 എന്ന് വരും, ഡിവൈഡഡ് ബൈ ഗാമ മൈനസ് 1 എന്ന് വരും. സോ ഇതാണെന്ത് ഡബ്ല്യുവിന്റെ ഇക്വേഷൻ. അഡിയാബാറ്റിക് പ്രോസസ്സിൽ വർക്ക് ഡണിന്റെ ഇക്വേഷൻ ആണ് P1V1 മൈനസ് P2V2 ബൈ ഗാമ മൈനസ് 1. ഓക്കെ, കുഴപ്പമില്ല. ഇനി അത് നമ്മൾ വേറെ രീതിയിൽ എഴുതുവാണെങ്കിൽ P1V1 മൈനസ് P2V2 ബൈ ഗാമ മൈനസ് 1, നമുക്ക് P1V1 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? RT1 എന്ന് എഴുതാൻ പറ്റും അല്ലേ? എന്തുകൊണ്ടാ? P1V1 ഈസ് ഈക്വൽ ടു MRT1 ആണ്. യൂണിറ്റ് മാസ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ P1V1 ഈസ് ഈക്വൽ ടു RT1 എന്ന് എഴുതാൻ പറ്റും. സോ P1V1 പകരം RT1 എന്ന് എഴുതുവാണ്, മൈനസ് P2V2 പകരം RT2 എന്ന് എഴുതുവാണ്, ഡിവൈഡഡ് ബൈ ഗാമ മൈനസ് 1. R കോൺസ്റ്റന്റ് ആക്കി എടുത്തു കഴിഞ്ഞാൽ T1 മൈനസ് T2 ഡിവൈഡഡ് ബൈ ഗാമ മൈനസ് 1. അടുത്ത ഇക്വേഷൻ കിട്ടും. സോ ഇതാണ് എന്ത് നമ്മുടെ അഡിയാബാറ്റിക് പ്രോസസ്സിലെ വർക്ക് ഡണിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. സോ ഇത്രയാണ് മൊഡ്യൂൾ 2-ൽ നിന്ന് 2023 ജൂൺ എക്സാമിന് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, മൊഡ്യൂൾ 3-ന്റെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.